നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളം ആരംഭിക്കുകയാണ്. അങ്ങനെ ഒരാഴ്ചയിലേറെയായി നമ്മൾ കാത്തിരിക്കുന്ന ആ പ്രഖ്യാപനം ഇന്നും ഉണ്ടായേക്കും. സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ആരാകണമെന്നത് നിശ്ചയിക്കാൻ അവസാനവട്ട ചർച്ചകളും പൂർത്തിയായ സാഹചര്യത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് മുഖ്യമന്ത്രി പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. 10 ദിവസമായി തുടരുന്ന കാത്തിരിപ്പാണ്. ലീഗ് അടക്കമുള്ള ഘടകകക്ഷികളും പ്രഖ്യാപനം വൈകുന്നതിൽ നീരസം അറിയിച്ച ഒരു സാഹചര്യത്തിൽ ഇനിയും ഏതായാലും വൈകാൻ സാധ്യത കാണുന്നില്ല. മുഖ്യമന്ത്രി കുപ്പായം തയ്യാറാക്കി കാത്തിരിക്കുന്ന കക്ഷികളൊക്കെ വലിയ പ്രതീക്ഷയിലാണ്. നോക്കാം നമ്മൾ ആരെ CM എന്ന് വിളിക്കുമെന്ന്. പ്രഖ്യാപനം വരട്ടെ. വിവരം കിട്ടിയാൽ ഉടൻ ഞങ്ങളത് പ്രേക്ഷകരിലേക്ക് എത്തിക്കും. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഇന്നറിയാം. ഹൈക്കമാൻഡ് പ്രഖ്യാപനം ഉച്ചയോടെ. പ്രതീക്ഷയിൽ KC, VD, RC ക്യാമ്പുകൾ. പ്രഖ്യാപനം നീളുന്നതിൽ മുസ്ലിം ലീഗിന് അതൃപ്തി. നേതൃയോഗം ഇന്ന്. ലീഗ് മന്ത്രിമാരിൽ തീരുമാനം ഉണ്ടായേക്കും. പ്രതിപക്ഷ നേതാവ് ആരെന്നതിൽ തീരുമാനമാകാതെ CPM. സംസ്ഥാന സമിതി യോഗം ഇന്നു മുതൽ. തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത പരാജയം ചർച്ചയാവും. തമിഴ്നാട്ടിൽ വിജയ് സർക്കാരിന് ഇന്ന് നിർണായകം. വിശ്വാസ വോട്ടെടുപ്പ് രാവിലെ. എതിർത്ത് വോട്ട് ചെയ്യാൻ വിപ്പ് നൽകി EPS പക്ഷം. വിശ്വാസ വോട്ടെടുപ്പ് തത്സമയം സംപ്രേഷണം ചെയ്യും. സംസ്ഥാനത്ത് ഇന്ന് പരക്കെ മഴയ്ക്ക് സാധ്യത. ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശം. നാളെ മുതൽ വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ. മുന്നറിയിപ്പുമായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. മലപ്പുറത്ത് മിന്നലേറ്റ് മരിച്ചവരുടെ സംസ്കാരം ഇന്ന്. ചോർത്തിയ നീറ്റ് ചോദ്യപേപ്പർ കേരളത്തിലും എത്തിയതായി സൂചന. അന്വേഷണം 10 സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിച്ച് CBI. ടെലിഗ്രാമിലൂടെ ചോദ്യപേപ്പർ പ്രചരിപ്പിച്ചതായി കണ്ടെത്തൽ. ഒരാഴ്ചയ്ക്കുള്ളിൽ നീറ്റ് പരീക്ഷ നടപ്പാക്കാനുള്ള നടപടികളുമായി NTA. IPL-ൽ ഗുജറാത്ത് ടൈറ്റൻസിന് തുടർച്ചയായ 5ാം ജയം. സൺറൈസേഴ്സ് ഹൈദരാബാദിനെ തകർത്തത് 82 റൺസിന്. ഗുജറാത്ത് പോയിന്റ് പട്ടികയിൽ 1ാമത്. ഇന്ന് ബംഗളൂരു കൊൽക്കത്ത സൂപ്പർ പോരാട്ടം. കേരളത്തിലെ മുഖ്യമന്ത്രി പ്രഖ്യാപനം ഇന്നുണ്ടാകുമെന്നാണ് കരുതുന്നത്. രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെയും അവസാനവട്ട ചർച്ച നടത്തും. ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മുമ്പ് ഘടകകക്ഷി നേതാക്കളെ രാഹുൽ ഗാന്ധി ഫോണിൽ വിളിച്ചേക്കും. കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, വലിയ തോതിൽ ചർച്ചകളൊക്കെ നടന്നതാണ്. ഇനിയിപ്പോൾ ആ ഒരു പ്രഖ്യാപനം അതേ വേണ്ടൂ. അത് ഇന്ന് പ്രതീക്ഷിക്കാം അല്ലേ? ഇന്ന് പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളതാണ് നിലവിൽ ലഭ്യമാകുന്ന സൂചന. കാരണം അവസാനവട്ട ചർച്ചകൾ ഇന്ന് നടക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയ കേരളത്തിൽ നിന്നുള്ള നേതാക്കളെല്ലാം തന്നെ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇന്നലെ മുൻ KPCC അധ്യക്ഷന്മാരും കൂടാതെ നിലവിലെ വർക്കിംഗ് പ്രസിഡന്റുമാരും ഉൾപ്പെടെയുള്ളവർ രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഏറ്റവും ഒടുവിൽ ഇന്നലെ രാത്രി വൈകി രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ളത് VM സുധീരനാണ്. അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടിരുന്നു. പ്രഖ്യാപനം അധികം വൈകാതെ ഉണ്ടാകും. കേരളത്തിലെ സാഹചര്യവും ജനവികാരവും രാഹുൽ ഗാന്ധിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി എന്നുള്ളതായിരുന്നു VM സുധീരൻ വ്യക്തമാക്കിയത്. അതിനു മുൻപേ K മുരളീധരൻ, A സുധാകരൻ തുടങ്ങിയ മുൻ KPCC അധ്യക്ഷന്മാരും PC വിഷ്ണുനാഥും ഷാഫി പറമ്പിലും KP അനിൽകുമാറും രാഹുൽ ഗാന്ധിയെ കണ്ടിരുന്നു. ഇതിനോടകം തന്നെ ഹൈക്കമാൻഡ് തലത്തിൽ തീരുമാനമായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അന്തിമ ഘട്ട ചർച്ചകൾക്കായി ഇന്ന് രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെയും കൂടിക്കാഴ്ച നടത്തും. സോണിയാഗാന്ധിയുടെ കൂടി അഭിപ്രായം പരിശോധിച്ച ശേഷം അന്തിമ പ്രഖ്യാപനം ഉച്ചയ്ക്ക് മുൻപ് ഉണ്ടാകും എന്നുള്ളതാണ് കേരളത്തിൽ നിന്നുള്ള മുതിർന്ന നേതാക്കളുടെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഈ പ്രഖ്യാപനത്തിന് തൊട്ടുമുൻപ് രാഹുൽ ഗാന്ധി കേരളത്തിലെ UDF-ലെ കോൺഗ്രസിന്റെ ഘടകകക്ഷികളുമായി ഫോണിൽ സംസാരിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. കാരണം വലിയ അതൃപ്തി UDF-നുള്ളിൽ. ഒന്ന്, മുഖ്യമന്ത്രി തീരുമാനവുമായി ബന്ധപ്പെട്ടും മറ്റൊന്ന് ഈ പ്രഖ്യാപനം വൈകുന്നതിലും കടുത്ത അതൃപ്തി UDF-ൽ ഘടകകക്ഷികൾ പരസ്യമായി തന്നെ ഉയർത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്ന വേളയിൽ കോൺഗ്രസിനുള്ളിലും മറ്റ് പൊട്ടിത്തെറികൾ ഉണ്ടാകാനുള്ള
സാധ്യതയുണ്ട് എന്ന വിലയിരുത്തൽ ഇതിനോടകം തന്നെ ഹൈക്കമാൻഡിനുണ്ട്. കാരണം ഇന്നലെ രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയ നേതാക്കളും KC വേണുഗോപാലിന് വേണ്ടി തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത്. അതായത് നിയമസഭാ കക്ഷിയോഗത്തിലെ ഭൂരിപക്ഷ അഭിപ്രായം നടപ്പിലാകട്ടെ എന്നുള്ളതാണ് ഇന്നലെ രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ള അധിക നേതാക്കളും ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് KC വേണുഗോപാലിന് മുഖ്യമന്ത്രി സ്ഥാനം ലഭിക്കാനാണ് നിലവിൽ സാധ്യതയുള്ളത്. അതിനപ്പുറത്തേക്കുള്ള തീരുമാനത്തേക്ക് അല്ലെങ്കിൽ ആ ഒരു പൊതുവായി വന്നിട്ടുള്ള ചർച്ചയ്ക്ക് അപ്പുറത്തേക്ക് ഒരു പേരിലേക്ക് ഹൈക്കമാൻഡ് പ്രഖ്യാപനം നടത്തുമോ എന്നുള്ളതും നമുക്ക് പറയാൻ സാധിക്കില്ല. ഏതായാലും ഇന്ന് ഉച്ചയ്ക്ക് മുൻപായി തന്നെ തീരുമാനമുണ്ടാകുമെന്ന് നേതാക്കളുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കുന്നു. ഒന്നുകിൽ മുതിർന്ന നേതാക്കൾ ഡൽഹിയിൽ മാധ്യമങ്ങളെ കണ്ട് അത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തിയേക്കാം. അതല്ലെങ്കിൽ AICCയുടെ ഭാഗത്തുനിന്ന് കേരളത്തിൽ കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുത്തു എന്ന തരത്തിലൊരു വാർത്താക്കുറിപ്പിലൂടെയായിരിക്കും ആ ഒരു പ്രഖ്യാപനം നടത്തുന്നത്. ഏതായാലും ജിഷ്ണു ഒറ്റ കാര്യം, ഈ ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മുമ്പ് ഘടകകക്ഷി നേതാക്കളെ രാഹുൽ ഗാന്ധി ഫോണിൽ വിളിച്ചേക്കും എന്ന തരത്തിലും വിവരങ്ങൾ വരുന്നുണ്ടല്ലോ. ജിഷ്ണുവും ഇപ്പോൾ അത് പറയുന്നത് കേട്ടു. മുൻപും ഈ ഘടകകക്ഷി നേതാക്കളുമായി ഹൈക്കമാൻഡ് വലിയ തരത്തിൽ ചർച്ചകളൊക്കെ നടത്തിയതാണ്. ഫോണിലൂടെ വിളിച്ചോ അല്ലാതെയും ഒക്കെ സംസാരിച്ചതാണ്. ആരെ മുഖ്യമന്ത്രിയാക്കണം എന്നുള്ള അഭിപ്രായമൊക്കെ തേടിയതാണ്. വീണ്ടും അതിലേക്ക് കടക്കുമ്പോൾ ഇന്നിപ്പോൾ പാണക്കാട്ട് യോഗമൊക്കെ ഉള്ളതും കൂടിയാണ്. ഇനിയിപ്പോൾ ആ യോഗവും കഴിഞ്ഞ് അതിനൊക്കെ ശേഷമായിരിക്കുമോ വീണ്ടും ചർച്ചയും? അപ്പോൾ വീണ്ടും സമയം നഷ്ടമാവുകയല്ലേ? ആരാണ് മുഖ്യമന്ത്രി എന്ന പ്രഖ്യാപനം വീണ്ടും വൈകില്ലേ? അപ്പോൾ അക്കാര്യത്തിൽ ഈ ഘടകകക്ഷികളുടെ കൂടി പിന്തുണ ഉറപ്പാക്കുന്നതിന് ഹൈക്കമാൻഡ് ഒറ്റയ്ക്കൊരു തീരുമാനമെടുത്ത് പ്രഖ്യാപിച്ചു എന്നതിനപ്പുറത്തേക്ക് കൂട്ടായ ചർച്ചകളിലൂടെയാണ് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചത് എന്ന് വരുത്തുന്നതിനാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതിന്റെ ഭാഗമായാണ് ഇന്നലെ മുതിർന്ന നേതാക്കളെ പോലും ഡൽഹിയിലേക്ക് വിളിച്ചു വരുത്തിയത്. അതായത് കേന്ദ്ര നിരീക്ഷകർ നേരത്തെ തന്നെ കേരളത്തിലെത്തിയപ്പോൾ ഘടകകക്ഷികളുടെ അഭിപ്രായം, ഈ ഇന്നലെ ഡൽഹിയിലെത്തിയിട്ടുള്ള മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം എല്ലാം തന്നെ ചോദിച്ചറിയുകയും അത് സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് ഹൈക്കമാൻഡിന് മുൻപിൽ സമർപ്പിച്ചതുമാണ്. പക്ഷേ ഹൈക്കമാൻഡ് ഒരു തീരുമാനമെടുത്ത് പ്രഖ്യാപിക്കുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള അതിർത്തിയോ പൊട്ടിത്തെറിയോ കോൺഗ്രസിനുള്ളിലോ UDFിനുള്ളിലോ വരാതിരിക്കാനുള്ള ശ്രമമാണ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് ഇന്നലെ മുതിർന്ന നേതാക്കളെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചതും നിരവധി തവണയായി ഘടകകക്ഷികളുമായി ബന്ധപ്പെടുന്നതും. അതുകൊണ്ട് തന്നെ ഇന്ന് ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മുൻപ് വീണ്ടും രാഹുൽ ഗാന്ധി ഘടകകക്ഷി നേതാക്കളെ ഫോണിൽ വിളിച്ച് സംസാരിക്കും എന്നുള്ളതാണ്. അത് ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മുൻപ് ഇത്തരത്തിൽ പ്രഖ്യാപനം നടത്തുകയാണ് എന്ന വിവരമായിരിക്കും രാഹുൽ ഗാന്ധി അറിയിക്കുക. ഇതിനോടൊപ്പം തന്നെ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഘടക കക്ഷികൾ കോൺഗ്രസിന് അവരുടെ നിയമസഭാ കക്ഷി നേതാവിനെ പ്രഖ്യാപിക്കാമെന്നും പ്രഖ്യാപന വേളയിൽ പരസ്യ പ്രതികരണങ്ങൾ ഉണ്ടാകില്ല എന്ന നിലപാട്, അതായത് എതിർത്തുകൊണ്ടുള്ള പരസ്യ പ്രതികരണം ഉണ്ടാകില്ല എന്ന നിലപാട് ഹൈക്കമാൻഡിനെ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നിലവിൽ ആരാകും മുഖ്യമന്ത്രി എന്നതിനപ്പുറത്തേക്ക് എപ്പോഴും ഈ പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ള വലിയ ചർച്ചകളിലേക്കാണ് നീണ്ടുപോകുന്നത്. മാരത്തോൺ ചർച്ചകൾ ഇപ്പോൾ ഡൽഹി കേന്ദ്രീകരിച്ച് നടന്നു കഴിഞ്ഞു. ഇന്നിനി രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെയും കൂടി കൂടിക്കാഴ്ച നടത്തിയ ശേഷമായിരിക്കും പ്രഖ്യാപനം ഉണ്ടാവുക. ഇന്ന് തന്നെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കളുടെ പ്രതീക്ഷ. മായ. ശരി, ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. മുഖ്യമന്ത്രി പ്രഖ്യാപനം ഇന്നുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് രാഷ്ട്രീയ കേരളം. ഒപ്പം ഈ പ്രഖ്യാപനം ഉണ്ടായാൽ അതിന് തൊട്ടു പിന്നാലെ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകളിലേക്ക് കടക്കും UDF. ഘടകകക്ഷികളുമായുള്ള ചർച്ചയും ഉടൻ ഉണ്ടാകും. കൂടുതൽ വിവരങ്ങളുമായി അൻഫിൽഡ് ഡിസൂസ ചേരുകയാണ്. അൻഫിൽഡ്, 10 ദിവസമായി നമ്മൾ കാത്തിരിക്കുകയാണ് ആരായിരിക്കും മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ. അത് ഒരു പക്ഷേ ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് പ്രഖ്യാപനം ഉണ്ടാവാം, ചിലപ്പോൾ വൈകുകയും ചെയ്യാം. അങ്ങനെ വന്നാൽ, ആ പ്രഖ്യാപനം വന്നാൽ പിന്നെ UDFിലെ അടുത്ത കടമ്പ എന്ന് പറയുന്നത് മന്ത്രിസഭാ രൂപീകരണമാണ്. മന്ത്രിക്കുപ്പായം തയ്ച്ചിരിക്കുന്ന ഒട്ടേറെ ആളുകളുണ്ട് നമുക്ക് മുമ്പിൽ. അവരൊക്കെ ആവശ്യങ്ങളുമായി മുന്നോട്ട് വരും. ഇപ്പോൾ തന്നെ ആവശ്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതും ഒരു വലിയൊരു കടമ്പയല്ലേ അത്? തീർച്ചയായും മുഖ്യമന്ത്രിയെ ആര് തീരുമാനിക്കുന്നു, മുഖ്യമന്ത്രിയെ ആരാകും, മുഖ്യമന്ത്രി എങ്ങനെ തീരുമാനിക്കുന്നു, എപ്പോൾ പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളതാണ് ഈ 8 ദിവസവും ചർച്ച ചെയ്തുകൊണ്ടേയിരുന്നത്. ഈ 8 ദിവസം കഴിയുന്നു, അപ്പോഴും ഒരു തീരുമാനമായില്ല. പക്ഷെ അതിനപ്പുറത്തേക്ക് വീണ്ടും ഹൈക്കമാൻഡിന് അല്ലെങ്കിൽ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിന് വലിയൊരു പ്രതിസന്ധിയായി മാറുന്നത് മന്ത്രിസഭാ രൂപീകരണ ചർച്ചകളിലേക്ക് കടക്കുമ്പോൾ തന്നെയാണ്. സമാനമായ രീതിയിലെ വെല്ലുവിളികൾ കോൺഗ്രസ് നേരിടുമെന്ന കാര്യത്തിലും സംശയമില്ല. കാരണം
കോൺഗ്രസിൽ നിലവിൽ ഒരു 21 അല്ലെങ്കിൽ 20-21 ആ രീതിയിലായിരിക്കും മന്ത്രിമാർ, മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെ മന്ത്രിമാരുടെ എണ്ണം. അത് നിലവിൽ കൂടാനുള്ളൊരു സാധ്യത ഇല്ല. അങ്ങനെ വരുമ്പോൾ ഘടകകക്ഷികൾക്ക് മുസ്ലിം ലീഗ്, കേരള കോൺഗ്രസ്, RSP ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾക്ക് വീതിച്ചു കഴിഞ്ഞാൽ ബാക്കി കോൺഗ്രസിന് എത്ര ഉണ്ടാകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമാകുന്നത്. ഈ ഘടകകക്ഷികൾക്ക് നിലവിലെ കീഴ്വഴക്കം, അതായത് അവസാന ഘട്ടത്തിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഘടകകക്ഷികൾക്ക് ഉണ്ടായിരുന്ന അതേ രീതിയിൽ മുസ്ലിം ലീഗ് 5 മന്ത്രിമാരും ഇപ്പോൾ ക്യാബിനറ്റ് എന്ന രീതിയിലേക്ക് ചർച്ചകൾ വരുന്നുണ്ട്. കേരള കോൺഗ്രസിന് 2 മന്ത്രിമാർ വേണം, അല്ലെങ്കിൽ 1 മന്ത്രിയും 1 ക്യാബിനറ്റ്, 2 മന്ത്രിയും 1 ക്യാബിനറ്റ് പദവി എന്ന രീതിയിൽ കേരള കോൺഗ്രസും അവകാശവാദമൊക്കെ ഉന്നയിച്ചിരിക്കുന്നു. ആദ്യം ഘടകകക്ഷികൾ, അതായത് ഇന്ന് ഉച്ചയോടുകൂടി അല്ലെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വൈകിട്ടോടുകൂടിയ പ്രഖ്യാപനം ഏറെക്കുറെ ഉറപ്പിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി ആരുന്നത്. അതിന് തൊട്ട് പിന്നാലെ തന്നെ ഇന്നിപ്പോൾ മുസ്ലിം ലീഗിന്റെ യോഗം ചേരുമ്പോൾ പോലും അത്തരത്തിൽ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകളിലേക്ക് കടക്കുന്നു. അപ്പോൾ ഘടകകക്ഷികളേക്ക് വിളിച്ച് തിരുവനന്തപുരത്ത് ഒരു യോഗം ചേരുക എന്നതിനപ്പുറത്തേക്ക് ഘടകകക്ഷികളെ ഫോണിലൂടെ ബന്ധപ്പെട്ട് അവർ ഒരു ചർച്ച എന്നതാണ് പ്രാഥമിക ഘട്ടത്തിൽ തീരുമാനിക്കുന്നത്. അവിടെ ഒരു ഒത്തുതീർപ്പ് അല്ലെങ്കിൽ അതിൽ പരിഹാരമാവുകയാണെങ്കിൽ പിന്നെ നേരിട്ടുള്ള ഒരു യോഗത്തിനോ നേരിട്ടുള്ള കൂടിക്കാഴ്ചയോ നടത്തേണ്ടതില്ല എന്നാണ് ഇപ്പോൾ സംസ്ഥാന കോൺഗ്രസിൽ തീരുമാനമായിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും കേരള മുസ്ലിം ലീഗിനെ തീരുമാനിച്ച രീതിയിൽ 5 മന്ത്രിമാർ എന്ന രീതിയിൽ മുസ്ലിം ലീഗ് സമ്മതിക്കുന്നു. അപ്പോൾ കേരള കോൺഗ്രസുമായിട്ട് ചർച്ചയിൽ കേരള കോൺഗ്രസുമായി ഒരു പക്ഷേ അവിടെ കുറച്ച് ചർച്ചകളൊക്കെ നീണ്ടുപോകാൻ സാധ്യതയുണ്ട്. കാരണം അവർ 2 മന്ത്രിമാർ എന്ന ആവശ്യത്തിൽ അവർ ഉറച്ചു നിൽക്കുകയാണ്. 2 മന്ത്രിമാരും ക്യാബിനറ്റ് പദവി ഒതുക്കാൻ അവിടെ ചിലപ്പോൾ ചർച്ചകൾ വരികയൊക്കെ ചെയ്യും. അപ്പോൾ ഈ ഘടകകക്ഷികളുടെ കാര്യത്തിൽ അവരുടെ വീതം വയ്പ് കഴിഞ്ഞാൽ മാത്രമേ കോൺഗ്രസിന്റെ ചർച്ചകളിലേക്ക് കടക്കാനാവുകയുള്ളൂ. അപ്പോൾ അത് നിലവിൽ അനന്തമായല്ല, നിലവിൽ 1-2 ദിവസം തീർച്ചയായും അത്തരം ചർച്ചകളിലേക്ക് കിടക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ UDF തീരുമാനിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ച് തൊട്ട് പിന്നാലെ തന്നെ ഈ ഘടകകക്ഷികളുമായി ചർച്ച പൂർത്തിയായി എത്രയും വേഗം സത്യപ്രതിജ്ഞ ചെയ്യുക. അപ്പോൾ സത്യപ്രതിജ്ഞ ഇനി വൈകാൻ പാടില്ല. കാരണം അത്രയേറെ തന്നെ ആക്ഷേപവും ഈ പൊതുസമൂഹത്തിൽ നിന്ന് പരിഹാസവും കേട്ടുകൊണ്ട് കഴിഞ്ഞിരിക്കുകയാണ് കോൺഗ്രസ്. ഇനി ബാക്കിയൊന്നും കേൾക്കാനില്ല എന്ന രീതിയിലേക്ക് മന്ത്രിസഭാ രൂപീകരണത്തിന്റെ ചർച്ചകളും വൈകുകയാണെങ്കിലും സത്യപ്രതിജ്ഞ വൈകുകയാണെങ്കിലും അതിനപ്പുറത്തേക്ക് പാപഭാരം കേൾക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് ഈ മന്ത്രിമാരെ തീരുമാനിക്കുന്നതിന് മുമ്പ് തന്നെ മുഖ്യമന്ത്രിയും ഘടകകക്ഷികളും വേഗത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യട്ടെ. അതായത് ആദ്യഘട്ടത്തിൽ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുന്നു, ഘടകകക്ഷിയിൽ നിന്നുള്ള മന്ത്രിമാർ. ഘടകകക്ഷികളുടെ കാര്യത്തിൽ അവർ എത്രയാണോ എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്കുള്ളിൽ വലിയ ചർച്ചയോ ആ പാർട്ടികൾക്ക് വലിയ പ്രതിസന്ധിയോ ഒന്നുമില്ല. അതുകൊണ്ട് ആദ്യഘട്ടത്തിൽ മുഖ്യമന്ത്രിയും ഘടകകക്ഷി മന്ത്രിമാരും ചർച്ച ചെയ്യും. അതിന് തൊട്ട് പിന്നാലെ ഒരു 2-3 ദിവസത്തിനുള്ളിൽ മറ്റു മന്ത്രിമാരും കോൺഗ്രസിലെ മറ്റു മന്ത്രിമാരും സത്യപ്രതിജ്ഞ ഏതെങ്കിലും രീതിയിൽ അവിടെ ഒരു പ്രതിസന്ധി ഉണ്ടെങ്കിൽ അങ്ങനെയാണ് ഒരു പ്ലാൻ A എന്ന രീതിയിൽ ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. അതിനുശേഷം മറ്റു മന്ത്രിമാരുടെ കാര്യത്തിൽ, അതായത് കോൺഗ്രസിലെ മന്ത്രിമാർ, കോൺഗ്രസിൽ നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസിന് എത്ര മന്ത്രിമാർ കിട്ടുമെന്നുള്ളത് ഈ ഘടകകക്ഷിയുമായുള്ള വീതം വയ്പ്പിന് ശേഷമേ അറിയാൻ കഴിയുകയുള്ളൂ. കോൺഗ്രസിനെ സംബന്ധിച്ച് മുതിർന്ന നേതാക്കൾ മത്സരിച്ച എല്ലാ കഴിവുള്ള മുതിർന്ന നേതാക്കളൊക്കെ തന്നെയും ജയിച്ചു വന്നൊരു രാഷ്ട്രീയ സാഹചര്യമാണ് കോൺഗ്രസിനുള്ളത്. അത് ഈ അടുത്ത കാലത്ത് സമീപകാലത്തൊന്നും തന്നെ കോൺഗ്രസിന് ഇങ്ങനെ ഒരു ജയം, ഇങ്ങനെ മത്സരിച്ച എല്ലാ പ്രമുഖ നേതാക്കളും ജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അങ്ങനെ വരുമ്പോൾ ഈ ഒഴിവാക്കപ്പെടുന്നവർ അല്ലെങ്കിൽ തഴയപ്പെടുന്നവരെ എങ്ങനെ അനുനയിപ്പിക്കുക എന്നതാണ് കോൺഗ്രസിന് ഏറ്റവും വലിയൊരു വെല്ലുവിളി. സാമുദായിക പരിഗണനകൾ കോൺഗ്രസിനെ സംബന്ധിച്ച് CPM പോലെയല്ല, കോൺഗ്രസിന് അതൊക്കെ പരിഗണിച്ച് മാത്രമേ മുന്നോട്ട് പോകാനാവുകയുള്ളൂ. അങ്ങനെ സാമുദായിക പരിഗണന, സ്ത്രീകളെ പരിഗണിക്കുക, യുവാക്കളെ പരിഗണിക്കുക, അങ്ങനെ എല്ലാ പരിഗണനകളും ഒരുമിച്ച് കൊണ്ടുപോകുമ്പോൾ പലരും കഴിവുള്ളവർ മെറിറ്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കില്ല എന്നത് ഉറപ്പാണ്. ഈ നേതാക്കളൊക്കെ പൂർണ്ണമായും മെറിറ്റിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പറയുമ്പോഴും ഗ്രൂപ്പിന്റെ വീതം വയ്പുണ്ടാകും. സാമുദായിക മറ്റെല്ലാ ഘടകങ്ങളുടെ കണക്കിലെടുത്തുകൊണ്ട് മാത്രമേ മന്ത്രിസഭാ വീതം വയ്പ് ഉണ്ടാകുകയുള്ളൂ. അങ്ങനെ വരുമ്പോൾ തീർച്ചയായും അത് വലിയൊരു വെല്ലുവിളി തന്നെയാകും. എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു പ്ലാൻ A എന്ന രീതിയിൽ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത് തൊട്ട് പിന്നാലെ മുഖ്യമന്ത്രി മറ്റ് ഘടകകക്ഷി മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യട്ടെ എന്നാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. അതെ, അൻഫിൽട്ട്, ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം അൻഫിൽട്ടിനോട് ഞാൻ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ, എപ്പോൾ സംസാരിക്കുമ്പോഴും ആദ്യം മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കും. ആരാകും എന്ന പ്രഖ്യാപനം ഉണ്ടാകുമോ എന്ന കാര്യങ്ങൾ ചോദിക്കും. ഇന്നും അത് തന്നെയാണ് ആവർത്തിച്ചത്. അത് കഴിഞ്ഞാൽ ഉടൻ ചോദിക്കുന്ന കാര്യം പ്രതിപക്ഷ നേതാവിൻ്റെ കാര്യമാണ്. ഇന്നും അത് ചോദിക്കാതെ വയ്യ. ഈ പ്രതിപക്ഷ നേതാവ് ആരാകുമെന്നതിൽ എന്തെങ്കിലും സൂചനകൾ ലഭിക്കുന്നുണ്ടോ? ഇന്നലെ ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഉണ്ടായി. ഇന്നു മുതൽ സംസ്ഥാന സമിതി യോഗം ആരംഭിക്കുകയാണ്. ഒപ്പം പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിലെ കനത്ത പരാജയം, അത് വലിയ ചർച്ചയാണ് പാർട്ടിക്കുള്ളിൽ. ഇതിനിടയിൽ ആരായിരിക്കും പ്രതിപക്ഷ നേതാവ്? എന്തെങ്കിലും സൂചനകൾ ലഭിക്കുന്നുണ്ടോ അൻഫിൽട്ടെ?
അത് മായയോട് നമ്മൾ പല ഘട്ടത്തിൽ അതിന് സൂചന നൽകുന്നത് പോലെ തന്നെ നിലവിലെ സാഹചര്യത്തിൽ പിണറായി വിജയനിലേക്ക് തന്നെയാണ് എല്ലാ കണ്ണുകളും കേന്ദ്രീകരിക്കുന്നത്. കാരണം പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുള്ളതും ചർച്ച ചെയ്തിട്ടുള്ളതും അതേ രീതിയിൽ തന്നെയാണ്. പിണറായി വിജയനാണ് ഇതിലൊരു അവസാന വാക്ക് എന്ന രീതിയിൽ, അതായത് ഇതിലൊരു ഡിസിഷൻ മേക്കർ, പ്രതിപക്ഷ നേതാവ് ആരാകണമെന്നതിലൊരു ഡിസിഷൻ മേക്കർ പിണറായി വിജയൻ തന്നെയാണ്. കാരണം അദ്ദേഹത്തിന് പാർട്ടിയിലുള്ള ഒരു അദ്ദേഹത്തിന് എത്രത്തോളം പാർട്ടിയിൽ ഒരു നേതൃപദവി എന്നതിനപ്പുറത്തേക്ക് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്, മുന്നണിയെ നയിച്ചത് പിണറായി വിജയൻ, മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ നേതൃത്വത്തിലാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. സ്വാഭാവികമായി ഒരു പരാജയമോ വിജയമോ എന്തുണ്ടായാലും, അത് മുഖ്യമന്ത്രി ആയാലും പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് ഇരിക്കേണ്ടി വന്നാലും ആ നേതാവ് തന്നെയാണ് സാധാരണഗതിയിൽ പ്രതിപക്ഷ നേതാവ് ആകേണ്ടത്. അതുകൊണ്ട് തന്നെ മറ്റൊരു ചോദ്യത്തിലേക്ക് കടക്കുന്നില്ല. കോൺഗ്രസിനെ CPM-നെ സംബന്ധിച്ച് ഇനി പിണറായി അല്ലെങ്കിൽ മറ്റൊരു നേതാവ് ആരാകുമെന്നൊരു ചോദ്യം പോലും വരുന്നത് രണ്ട് ഘടകങ്ങളാണ്. ഒന്ന്, ഏറ്റവും കനത്ത, ചരിത്രത്തില്ലാത്ത രീതിയിൽ ഒരു കനത്ത പരാജയം മുന്നണി ഏറ്റുവാങ്ങുന്നു. CPM-ന്റെ കണ്ണൂർ ഘടകം ഉൾപ്പെടെ എല്ലായിടത്തും തന്നെയും നേതൃത്വത്തിനെതിരെ, പ്രത്യേകിച്ചും മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെതിരെ കടുത്ത ആക്ഷേപം ഉയരുന്നു. രണ്ടാമത്തേത് അദ്ദേഹത്തിന്റെ പ്രായാധിക്യവും ആരോഗ്യസ്ഥിതിയും. ഈ മുഖ്യമന്ത്രിയാകാം എന്ന രീതിയിൽ മാത്രമാണ് ഒരു എക്സംഷൻ അദ്ദേഹത്തിന് കൊടുത്തത്, പോളിറ്റ് ബ്യൂറോയിലടക്കം പ്രായപരിധിയിൽ എക്സംഷൻ കൊടുത്തത്. പക്ഷേ ഇപ്പോൾ പാർട്ടി പരാജയം ഏറ്റുപറഞ്ഞ സാഹചര്യത്തിൽ പ്രായപരിധിയും ആരോഗ്യവും ഒക്കെ തന്നെ ചർച്ചയാവുകയാണ്. അപ്പോൾ ഈ രണ്ട് വിഷയങ്ങൾ മാത്രമാണ് പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് ആകണമോ എന്നൊരു ചോദ്യം. പാർട്ടിക്കുള്ളിൽ അതിനപ്പുറത്തേക്ക് CPM പോളിറ്റ് ബ്യൂറോയിൽ ചില അംഗങ്ങൾക്ക് ചെറിയ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. ഇനി അദ്ദേഹത്തെ പ്രതിപക്ഷ നേതാവായി 5 വർഷം ഏത് രീതിയിൽ ഒരു ഡിഫൻഡ് എന്ന അവസ്ഥയിലേക്ക് വരുമ്പോൾ, അതായത് പാർട്ടി ഇപ്പോൾ പ്രതിരോധത്തിലാവുന്ന ഒരു അവസ്ഥയിൽ വീണ്ടും പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് ആകണമോ എന്നൊരു ചോദ്യം. ഒപ്പം ഘടകകക്ഷികളിൽ CPI-ക്കും വിമർശനവും വിയോജിപ്പുണ്ട്. പക്ഷെ അവർ പരസ്യമാക്കാൻ തയ്യാറാകുന്നില്ല. കാരണം ഏറ്റവും വലിയ കക്ഷിയായ CPM-ന്റെ നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കുന്നതിൽ തങ്ങൾ ഇടപെടുന്നില്ല എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെയും CPM ആണ് പൂർണ്ണമായും തീരുമാനിക്കുന്നത്. അവിടെ പിണറായി വിജയൻ താൻ മാറി നിൽക്കാം എന്നൊരു പ്രതികരണമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു നീക്കം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായാൽ മാത്രമേ മറ്റു ഓപ്ഷനിലേക്ക് പാർട്ടി കടക്കുകയുള്ളൂ. പക്ഷേ പോളിറ്റ് ബ്യൂറോ ചേർന്നപ്പോഴോ 2 തവണ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്നപ്പോഴോ അങ്ങനെ ഒരു രീതിയിലുള്ള പ്രതികരണമോ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായില്ല. അതുകൊണ്ട് അദ്ദേഹം താൻ നോ പറയാത്തിടത്തോളം കാലം ഒരു നേതാവിന് പോലും അദ്ദേഹത്തെ മാറ്റി നിർത്താൻ കഴിയുകയില്ല. എന്നാൽ അദ്ദേഹം തുടരുന്നൊരവസ്ഥയിലേക്ക് അദ്ദേഹം തുടരട്ടെ എന്നും നേതാക്കൾ പറയുകയുമില്ല. കാരണം ഈ ഒരു അവസ്ഥയിൽ അദ്ദേഹത്തെ മാറി നിൽക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ തീരുമാനം അത് യെസ് ആയാലും നോ ആയാലും പിണറായി വിജയന്റെ മാത്രം തീരുമാനത്തിനായി നേതൃത്വം വിടുകയാണ്. പക്ഷേ ഇന്നലെ ചെന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രതിപക്ഷ നേതാവിനെ കുറിച്ചുള്ള ചർച്ചകളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഇന്നും നാളെയും സംസ്ഥാന സമിതി ചേരുമ്പോഴും പ്രതിപക്ഷ നേതാവിനെ കുറിച്ചുള്ള ചർച്ച തൽക്കാലം അജണ്ടയിലില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ സംസ്ഥാന സമിതിയിൽ അതിരൂക്ഷമായ വിമർശനങ്ങൾക്കായിരിക്കും ഈ 2 ദിവസവും സാക്ഷ്യം വഹിക്കുക. ശരി, അൻഫിൽട്ടാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. പ്രതിപക്ഷ നേതാവ് ആര് എന്നതിൽ ഇനിയും ഒരു തീരുമാനമെടുക്കാൻ CPM-ന് കഴിഞ്ഞിട്ടില്ല. ഒരുപക്ഷെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ആയിരിക്കാം പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് എത്തുക. ഇനിയിപ്പോൾ പിണറായി വിജയൻ നോ പറയുകയാണെങ്കിൽ ബാലഗോപാലിലേക്കോ മറ്റാരിലേക്കെങ്കിലൊക്കെ പോകാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. അൻഫിട്ട് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. മുസ്ലിം ലീഗിന്റെ നേതൃയോഗം ഇന്ന് രാവിലെ 10 മണിക്ക് പാണക്കാട് ചേരും. മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് കോൺഗ്രസ് നിലപാടിൽ എന്ത് സമീപനം സ്വീകരിക്കണമെന്ന് യോഗം ചർച്ച ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി അരവിന്ദൻ ചേരുകയാണ്. അരവിന്ദൻ, ഈ മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകുന്നതിൽ ലീഗിൽ വലിയൊരു അതൃപ്തി ഉണ്ടായിരുന്നു. അവർ ആ നീരസമൊക്കെ പ്രകടിപ്പിച്ചതാണ്. ഇന്നിപ്പോൾ ലീഗിൻ്റെ യോഗമുണ്ട്. എന്താണ് യോഗത്തിൻ്റെ പ്രധാന അജണ്ട? എന്താണ്? മന്ത്രിമാർ ആരൊക്കെ വേണം എന്ന തീരുമാനം അതുതന്നെയായിരിക്കും അല്ലേ? മായ, തീർച്ചയായും മന്ത്രിമാരെ തീരുമാനിക്കുക, ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് ലീഗിനുള്ള ഒരു അതൃപ്തി അതിൽ നിലപാടെടുക്കുക എന്നുള്ള കാര്യമാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് ഈ നേതൃയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രാവിലെ 10 മണിക്ക് പാണക്കാടാണ് യോഗം നടക്കുന്നത്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഈ മുഖ്യമന്ത്രി ചർച്ചകൾ നീണ്ടുപോകുന്നത് വലിയൊരു പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. കഴിഞ്ഞ UDF ഭരണകാലത്ത് 5ാം മന്ത്രി വിവാദം ഉണ്ടായതുപോലെയുള്ള ഒരു വിവാദം ഈ മുഖ്യമന്ത്രി സ്ഥാനവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ BJP ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞു. ജമാഅത്തെ
ജമാഅത്തെ ഇസ്ലാമിയുടെ താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള മുഖ്യമന്ത്രിയാണ് വരാൻ പോകുന്നതെന്നുള്ള ആരോപണം BJP ഉയർത്തി കഴിഞ്ഞു. ഇതെല്ലാം മുസ്ലിം ലീഗിനെ അലോസരപ്പെടുത്തുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ നീണ്ടുപോകുന്നതും ഒപ്പം തന്നെ ജയിച്ച MLA-മാർക്ക് തങ്ങളുടെ ആഹ്ലാദ പ്രകടനങ്ങൾ തങ്ങളുടെ മണ്ഡലത്തിൽ നടത്തുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. കല്യാണങ്ങൾക്കോ മറ്റു പരിപാടികൾക്കോ പോകുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. ഇവിടെയെല്ലാം ചോദ്യം ഉണ്ടാകുന്നത് ആരാണ് മുഖ്യമന്ത്രി. വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ചു വന്ന ഈ സാഹചര്യത്തിൽ ഇത്തരമൊരു തർക്കമുണ്ടാകുന്നത് ലീഗിന് വലിയ തോതിൽ ക്ഷീണം ചെയ്യുന്നുണ്ട്. അതിനാൽ തന്നെയാണ് ലീഗ് ഇക്കാര്യത്തിൽ ഒരു അതൃപ്തി നേരത്തെ തന്നെ മുതിർന്ന നേതാക്കളല്ലെങ്കിലും ജില്ലാ നേതാക്കളിലൂടെ ഇക്കാര്യം പ്രകടിപ്പിച്ചത്. കൂടാതെ MLA-മാരും ഇത്തരം കാര്യങ്ങൾ പ്രകടിപ്പിക്കുകയുണ്ടായി. കഴിഞ്ഞ ദിവസം ആബിദ് ഹുസൈൻ തങ്ങൾ, കോട്ടക്കലിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട MLA-ആയ ആബിദ് ഹുസൈൻ തങ്ങൾ അമൃത വാർത്തകളോട് തന്നെ ഇത്തരത്തിൽ അതൃപ്തി വെളിവാക്കുകയുണ്ടായി. എന്തായാലും ഈ അതിർത്തികളിൽ ഒരു നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ് ലീഗ് ഇന്നത്തെ യോഗത്തിൽ ഉദ്ദേശിക്കുന്നത്. ഒപ്പം തന്നെ മുസ്ലിം ലീഗിന്റെ മന്ത്രിമാരെ അന്തിമമായി തീരുമാനിക്കുക, ഒരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ധാരണയിൽ ഒരു അംഗീകാരം നേടുക എന്നുള്ള കാര്യം കൂടി ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകും. ഇതിൽ ഷംസുദ്ദീൻ, മണ്ണാർക്കാട് MLA ഷംസുദ്ദീൻ മന്ത്രിസഭാ ലിസ്റ്റിലുണ്ട്. ഒപ്പം തന്നെ ആബിദ് ഹുസൈൻ തങ്ങളുണ്ട്, KM ഷാജിയുണ്ട്, PK ബഷീറുണ്ട്, കൂടാതെ അഷ്റഫ് പാറക്കൽ കോഴിക്കോട് നിന്നുള്ള MLA, ഇവരെല്ലാം ഉണ്ട്. ഇതിൽ ആര് വേണം, എത്രത്തോളം മന്ത്രിസ്ഥാനം കിട്ടുമെന്നുള്ള കാര്യങ്ങൾ 5 മന്ത്രിസ്ഥാനമെങ്കിലും മുസ്ലിം ലീഗ് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും PK കുഞ്ഞാലിക്കുട്ടി മന്ത്രിസഭയിൽ 2ാം സ്ഥാനത്ത് ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാക്കണമെന്ന് മുസ്ലിം ലീഗ് ഉദ്ദേശിക്കുന്നു. അതിനാൽ തന്നെ UDF-ൽ കോൺഗ്രസ് ഒരു ഉപമുഖ്യമന്ത്രി സ്ഥാനം വേണ്ട എന്നുള്ളൊരു നിലപാടാണ് ലീഗിനുള്ളത്. എന്തായാലും ഇക്കാര്യങ്ങളെല്ലാം ഒരു അന്തിമ തീരുമാനമെടുക്കുക, ലീഗിന്റെ മന്ത്രിമാരെ തീരുമാനിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ യോഗത്തിന്റെ പ്രധാന ചർച്ചാ വിഷയം. ഒപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിൽ അതൃപ്തിയിൽ ഒരു നിലപാടെടുക്കുക, ഇക്കാര്യം കോൺഗ്രസ് നേതൃത്വത്തെ അറിയിക്കുക എന്നതുകൂടിയാണ് ലീഗ് ഇന്നത്തെ യോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശരി, അരവിന്ദനാണ് വിവരങ്ങൾ നൽകിയത്. ലീഗിന്റെ നേതൃയോഗം ഇന്ന് പാണക്കാട് ചേരും. മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് കോൺഗ്രസ് നിലപാടിൽ എന്ത് സമീപനം സ്വീകരിക്കണമെന്ന് യോഗം ചർച്ച ചെയ്യും. ഇനിയിപ്പോൾ തമിഴ്നാട്ടിലേക്ക് പോയാൽ, തമിഴ്നാട്ടിൽ വിജയ് സർക്കാരിന് ഇന്ന് വിശ്വാസ വോട്ടെടുപ്പാണ്. വിമതപക്ഷം വിജയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ AIADMK MLA-മാർക്ക് വിപ്പ് നൽകിയിട്ടുണ്ട്. നിയമസഭാ ചരിത്രത്തിൽ ആദ്യമായി വിശ്വാസ വോട്ടെടുപ്പ് തത്സമയം സംപ്രേഷണം ചെയ്യും. 233 അംഗങ്ങളിൽ 120 MLA-മാരുടെ പിന്തുണയോടെയാണ് TVK സർക്കാർ രൂപീകരിച്ചത്. വിശ്വാസ വോട്ടെടുപ്പിൽ 145 പേരുടെ പിന്തുണ വിജയ് ഉറപ്പാക്കിയിട്ടുണ്ട് എന്നാണ് വിവരം. സർക്കാർ രൂപീകരിക്കാൻ കോൺഗ്രസ്, VCK, CPI, CPM, മുസ്ലിം ലീഗ് എന്നിവർ നേരത്തെ TVKയെ പിന്തുണച്ചിരുന്നു. AIADMK-യിലെ വിമതപക്ഷം വിജയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എതിർത്ത് വോട്ട് ചെയ്യാനാണ് EPS പക്ഷം MLA-മാർക്ക് വിപ്പ് നൽകിയിരിക്കുന്നത്. ചുരുങ്ങിയത് 30 MLA-മാരുടെ പിന്തുണയെങ്കിലും വിമത നേതാക്കൾക്കുണ്ട്. ഇവർ വിജയെ പിന്തുണച്ചാൽ നിയമസഭയിൽ TVKയുടെ നില കൂടുതൽ ഭദ്രമാകും. അങ്ങനെ ഉണ്ടായാൽ AIADMK ഔദ്യോഗികമായി 2 പക്ഷമാകും. കഴിഞ്ഞ ദിവസം വിജയ് വിമത AIADMK MLA-മാരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അമ്മാ മക്കൾ മുന്നേറ്റ കഴകത്തിന്റെ MLA കാമരാജും വിജയ്ക്ക് അനുകൂലമായി വോട്ട് ചെയ്യും. തിരുപ്പത്തൂർ MLA R ശ്രീനിവാസ സേതുപതിയെ വോട്ടെടുപ്പിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് മദ്രാസ് ഹൈക്കോടതി വിലക്കിയത് സർക്കാരിന് ചെറിയ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. ഇതിനെതിരെയുള്ള അപ്പീൽ ഇന്ന് സുപ്രീംകോടതി പരിഗണിക്കും. തമിഴ്നാട് നിയമസഭയുടെ ചരിത്രത്തിലാദ്യമായി വിശ്വാസ വോട്ടെടുപ്പ് തത്സമയം സംപ്രേഷണവും ചെയ്യും. ന്യൂസ് ഡെസ്ക് അമൃത TV. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ CBI അന്വേഷണം പുരോഗമിക്കുകയാണ്. അന്വേഷണം 10 സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിച്ചു. ചോർത്തിയ ചോദ്യപേപ്പർ കേരളത്തിലും എത്തിയതായാണ് സൂചന. ചില വിദ്യാർത്ഥികൾക്ക് മുൻകൂട്ടി ചോദ്യപേപ്പർ ലഭിച്ചതായും സംശയിക്കുന്നു. ടെലഗ്രാം വഴിയും ചോദ്യപേപ്പർ പ്രചരിപ്പിച്ചതായി CBI സംശയിക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, അന്വേഷണം 10 സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഈ ചോർത്തിയ ചോദ്യപേപ്പർ കേരളത്തിലും എത്തിയതായി വിവരങ്ങൾ വരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ അത് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ചയിൽ വിശദമായ അന്വേഷണമാണ് നിലവിൽ രാജ്യത്ത് നടക്കുന്നത്. രാജസ്ഥാൻ സ്പെഷ്യൽ അന്വേഷണ ഗ്രൂപ്പിന് പുറമെ തന്നെ CBI കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കേസിന്റെ റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ ഇതിനോടകം തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി 50-ലധികം പേരെയാണ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. അതിൽ മായ ചൂണ്ടിക്കാട്ടിയതുപോലെ കേരളത്തിലും ഈ ചോദ്യപേപ്പർ എത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഡെറാഡൂണിൽ അറസ്റ്റിലായിട്ടുള്ള സീക്കർ സ്വദേശിയായിട്ടുള്ള കരിയർ കൗൺസിൽ രാജേഷ് കുമാറിന് കേരളത്തിൽ പരീക്ഷ എഴുതിയ ഒരു വിദ്യാർത്ഥിയിൽ നിന്നാണ് ഈ ചോദ്യപേപ്പർ സമൂഹ മാധ്യമത്തിലൂടെ ലഭിച്ചിട്ടുള്ളത്. ഇതിലെ 410 ചോദ്യങ്ങളിൽ 150 ചോദ്യങ്ങളും യഥാർത്ഥ ചോദ്യപേപ്പറിൽ ഉണ്ടായിരുന്നു. പരീക്ഷയ്ക്ക് തൊട്ടു മുൻപുള്ള ദിവസങ്ങളിലാണ്, അതായത് പരീക്ഷയ്ക്ക് 2 ദിവസം മുമ്പ് മുതലാണ് ഈ മാതൃകാ ചോദ്യപേപ്പർ ഒരു സംഘം വിൽപ്പന ആരംഭിച്ചത്. 2 ലക്ഷം മുതൽ 50,000 രൂപ വരെയൊക്കെയാണ് ഈ ചോദ്യപേപ്പർ വിൽപ്പന നടത്തിയതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അത് എങ്ങനെയാണ് ഈ ചോദ്യങ്ങൾ ചോർന്നത് എന്നത് സംബന്ധിച്ച വിശദമായ അന്വേഷണം
CBI നടത്തും. NTA ഉദ്യോഗസ്ഥരെയും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഉദ്യോഗസ്ഥരെയും CBI സംഘം ചോദ്യം ചെയ്യുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം നിലവിൽ പിടിയിലായിട്ടുള്ളവരെ വിശദമായി തന്നെ ചോദ്യം ചെയ്തു വരികയാണ്. ഇതിൽ ഉത്തരം എഴുതി നൽകുന്ന, പരീക്ഷയ്ക്ക് പകരം ആളുകളെ ഇരുത്തി ഉത്തരം എഴുതി നൽകുന്ന ആളുകൾ വരെ പോലീസിന്റെ പിടിയിലായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും ഈ ചോദ്യപേപ്പർ വിൽപ്പന നടത്തിയവരെയും അവർക്ക് എങ്ങനെയാണ് ഈ ചോദ്യങ്ങൾ ലഭിച്ചത് എന്നത് സംബന്ധിച്ച വിശദമായ അന്വേഷണമാണ് നിലവിൽ രാജസ്ഥാൻ പോലീസിന്റെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സും കൂടാതെ CBIയും അന്വേഷിക്കുന്നത്. അതേസമയം നീറ്റ് പരീക്ഷയുടെ പുനഃപരിശോധനയുടെ ക്രമീകരണങ്ങൾ വേഗത്തിലാക്കിയെന്നും വളരെ വേഗത്തിൽ തന്നെ അടുത്ത തീയതി പ്രഖ്യാപിക്കും എന്നുള്ളതാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി വ്യക്തമാക്കുന്നത്. മായ. ശരി, ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ CBI അന്വേഷണം പുരോഗമിക്കുകയാണ്. ചോർത്തിയ ചോദ്യപേപ്പർ കേരളത്തിലും എത്തിയതായാണ് സൂചന. അധ്യാപക നിയമനത്തിന് കേട്ടറ്റ് യോഗ്യത നിർബന്ധമാക്കിയ വിധിക്കെതിരായ പുനഃപരിശോധനാ ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. 68 ഹർജികളാണ് ജസ്റ്റിസ് ദീപാങ്കർ ദത്ത, ജസ്റ്റിസ് മൻമോഹൻ എന്നിവരടങ്ങിയ പ്രത്യേക ബെഞ്ചിന് മുന്നിൽ വരിക. ഉച്ചയ്ക്ക് 2 മണിക്കാണ് കേസ് പരിഗണിക്കുക. വിഷയത്തിന്റെ ഗൗരവവും കണക്കിലെടുത്ത് തുറന്ന കോടതിയിൽ നേരിട്ട് വാദം കേൾക്കാൻ തീരുമാനിക്കുകയായിരുന്നു കോടതി. കേസ് വിശാല ബെഞ്ചിന് വിടാനാണ് സാധ്യത. 2 വർഷത്തിനുള്ളിൽ കേട്ടറ്റ് വിജയിക്കാത്തവരെ സർവീസിൽ നിന്ന് പുറത്താക്കണമെന്ന വിധിയിൽ ഇളവ് തേടിയാണ് അധ്യാപക സംഘടനകൾ സുപ്രീം കോടതിയിൽ എത്തിയത്. സംസ്ഥാനത്തെ 75,000 അധ്യാപകരുടെ തൊഴിൽ സുരക്ഷയെ ബാധിക്കുന്നതാണ് ഈ ഉത്തരവ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി ഇന്ന് ബീജിംഗിലെത്തും. ഇറാനെതിരായ US-ഇസ്രയേൽ യുദ്ധത്തെ തുടർന്ന് ഹോർമൂസ് കടലിടുക്കിലെ ഉപരോധം മൂലം ആഗോള ഊർജ്ജ പ്രതിസന്ധി രൂക്ഷമായ പശ്ചാത്തലത്തിലാണ് സന്ദർശനം. ഇറാൻ വിഷയത്തിൽ ചൈനയുടെ ഭാഗത്തു നിന്ന് വിട്ടുവീഴ്ച ഉണ്ടാകില്ലെന്ന ബോധ്യത്തിൽ മറ്റ് ഉഭയകക്ഷി വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് വൈറ്റ് ഹൗസിന്റെ തീരുമാനമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. വ്യാപാരം, മയക്കുമരുന്ന് കടത്ത് തടയൽ തുടങ്ങിയവ മുഖ്യ ചർച്ചാ വിഷയമാവും. വ്യാപാര കരാറിനെക്കുറിച്ചും ചർച്ച ചെയ്യും. നേരത്തെ ഇറാനിലേക്ക് ചൈന ആയുധങ്ങൾ നൽകുന്നുവെന്നാരോപിച്ച് ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് 50% നികുതി ചുമത്തുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തിയിരുന്നു. തൃശൂരിൽ ഫ്ളാറ്റ് നിർമ്മാണത്തിനിടെ സമീപത്തെ വീടുകൾക്ക് കേടുപാട് സംഭവിച്ചതായി പരാതി. ദേശായി ഹോംസിന്റെ കുര്യച്ചിറയിലെ പുതിയ ടവറിന്റെ നിർമ്മാണത്തിനിടെയാണ് നാട്ടുകാരുടെ ഈ പരാതി. ഒരു ഭാഗം പൂർണ്ണമായി ഇടിഞ്ഞു താഴുന്ന വീട്ടിലെ ആളുകളെ ഫ്ളാറ്റ് അധികൃതർ രഹസ്യമായി മാറ്റിപ്പാർപ്പിച്ചതായും ആരോപണമുണ്ട്. 3 ദിവസങ്ങൾക്ക് മുൻപാണ് സമീപത്തെ വീടിന്റെ ഒരു ഭാഗം പൂർണ്ണമായി ഇടിഞ്ഞു താഴുന്നത്. ഇതിനു മുൻപ് തന്നെ പ്രദേശത്തെ വീടുകൾ വിണ്ടുകീറിയെന്ന പരാതി നാട്ടുകാർ പലതവണ ഉന്നയിച്ചിരുന്നു. സംഭവത്തിൽ BJP അടക്കമുള്ള സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. ഞങ്ങളുടെ പ്രശ്നം അവിടെ വീട് ഇടിയണത്, അവരവിടെ പണിയണ കാരണം വീട് ഇടിയണത്. ആദ്യം ഓടിന്റെ മതിലായിരുന്നു അവിടെ. ഞങ്ങളുടെ വീടിന്റെ സൈഡ് ഇതിവിടെ ഒരു പറമ്പായിരുന്നു. ആ പറമ്പുള്ള സമയത്ത് അവിടെ ഒരു ഓടിന്റെ, അപ്പം ഞങ്ങളുടെ അവിടെ റോഡിന്റെ ഭാഗം ഉയർന്നു നിൽക്കണേ ഞങ്ങളുടെ അവിടുത്തെ വെള്ളങ്ങളൊക്കെ ആ പഴുതിയൊക്കെ അങ്ങോട്ട് താഴത്തേക്ക് പോവായിരുന്നു. ഞങ്ങൾക്ക് അവിടെ വെള്ളത്തിന്റെ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇപ്പം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് അവിടെ ഇടിച്ചു താഴ്ത്തിയപ്പോൾ ഇത് പണിയാനായിട്ട് താഴ്ത്തിയപ്പോൾ അവിടെ മുഴുവനും വെള്ളം വിള്ളലും കാര്യങ്ങളൊക്കെ വന്നു. വീടുകൾക്കും ഇതിനൊക്കെ ആയിട്ട് ഒരു വീട് അത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. കുറെ വീണിട്ട് ഓരോ വീടുകൾ വീഴാറായിട്ട് വിള്ളലായിട്ടാണ് നിൽക്കുന്നത്. ദേശായി ഹോംസിന്റെ കുര്യച്ചിറയിലെ പുതിയ ടവറിന്റെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയതു മുതൽ ചെറുതും വലുതുമായ പ്രതിഷേധങ്ങളും പരാതികളും സമീപവാസികൾ ഉന്നയിച്ചിരുന്നു. വീടുകൾക്കുള്ളിൽ പോലും വിള്ളലാണെന്നും എപ്പോൾ വേണമെങ്കിലും തങ്ങളുടെ വീടുകൾ ഇടിഞ്ഞു താഴാൻ സാധ്യതയുണ്ടെന്നും നാട്ടുകാർ പറയുന്നു. ഞങ്ങൾ ഈ ബിൽഡിംഗ് 2021 തുടങ്ങിയപ്പോൾ തന്നെ CC സന്തോഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചാൽ ഇവിടുത്തെ ഓണറായ ആള് മരിച്ചു. ആള് ഈ ഭൂമി വാങ്ങിച്ച് ഒരു കൊല്ലം ശേഷം ആള് മരിച്ചു പോയി. അപ്പോൾ ആള് ഞങ്ങൾക്ക് ഒരു വാഗ്ദാനം നൽകിയിരുന്നു. ഈ ബിൽഡിംഗ് തുടങ്ങാൻ വെച്ചാൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, ഞങ്ങൾക്ക് അസൗകര്യം ഉണ്ടാവും. എന്താ വെച്ചാൽ നമ്മളൊരു പ്രൈവസി നഷ്ടപ്പെടും. അത്രയും അടുത്താണല്ലോ ഒരു ബിൽഡിംഗ് പണിയണേ. അപ്പം ഞങ്ങളൊരു മാറ്റിപ്പാർപ്പിക്കൽ അയാൾ വാഗ്ദാനം ചെയ്തിരുന്നു. അദ്ദേഹം മരിച്ചു പോയി. പിന്നീട് നമുക്ക് ആരും ഇതിനായി സംസാരിക്കാൻ നമ്മുടെ അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ പിന്നെ ഇത് ബിൽഡിംഗ് പണി തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് പൊടിയുടെ ശല്യങ്ങൾ, അതായത് പിന്നെ കമ്പി സംഭവങ്ങളൊക്കെ നമ്മുടെ വീടുകളിലേക്ക് കൊഴിഞ്ഞു തുടങ്ങി. അപ്പം ഞങ്ങൾ ചെറുതായിട്ട് ഇങ്ങനെ പ്രശ്നങ്ങളിലേക്ക് ഉന്നയിച്ചു തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ അച്ഛൻ ഇതിൻ്റെ പിന്നാലെ നടന്നു. എന്താ വെച്ചാൽ ഇവർ ക്ലിയർ ആയിട്ടാണോ ഈ ബിൽഡിംഗ് വെക്കണത്, അതായത് പിന്നെ ഇതിൻ്റെ ഒക്കെ ഇത് പകുതി മുക്കാലും പുറമ്പോക്ക് ഭൂമിയിലാണെന്നാണ് നമ്മൾ അറിഞ്ഞത്. നമ്മുടെ അച്ഛൻ കുറേ രേഖകൾ ഇതിൽ ഇതാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരോട് അപ്പം തന്നെ പറഞ്ഞു, ഒന്നെങ്കിൽ നിങ്ങൾ ബിൽഡിംഗ് പണി നിർത്ത്, പണിയരുത് എന്നിപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് ഇവിടെ തുറന്നുകൊണ്ടേയിരുന്നു. സമീപത്തെ അംഗൻവാടിയിലെ കിണറിലെ വെള്ളവും മലിനമായെന്ന് അധ്യാപകർ പറയുന്നു. കുട്ടികൾക്ക് പഠിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണെന്നും അധ്യാപകർ പറഞ്ഞു.
മണടിച്ചിട്ട് ഉണ്ണികൾക്കൊന്നും അംഗനവാടിയിൽ ഇരിക്കാൻ പറ്റുന്നില്ല. പിന്നെ വെള്ളം ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾ ഒക്കെ വീട്ടിൽ നിന്ന് ഉണ്ണികൾക്ക് അത് വീട്ടിൽ നിന്ന് കൊണ്ടുവരിക. പിന്നെ ഞങ്ങൾ വല്ല മീറ്റിങ്ങൊക്കെ ഉണ്ട് കടയിൽ നിന്ന് വെള്ളം മേടിച്ചിട്ടാണ് കൊടുക്കുന്നത്. വെള്ളം തീരെ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. കഴിഞ്ഞ ദിവസം പരാതി പറയാൻ കോർപ്പറേഷനിലെത്തിയ നാട്ടുകാരെ അധികൃതർ കാണാൻ തയ്യാറായിട്ടില്ലെന്നും പരാതിയുണ്ട്. സ്ഥലത്തെത്തിയ കൗൺസിലർമാർ രേഖകൾ പരിശോധിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, തൃശൂർ. കൊച്ചി നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും ഇന്ന് ജലവിതരണം തടസ്സപ്പെടുമെന്ന് കേരള വാട്ടർ അതോറിറ്റി അറിയിച്ചു. ആലുവ ജലശുദ്ധീകരണശാലയിൽ നടപ്പിലാക്കുന്ന വാർഷിക അറ്റകുറ്റപ്പണികളുടെ ഭാഗമായാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ജനങ്ങൾ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് നേരത്തെ തന്നെ അറിയിപ്പ് നൽകിയിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി അശ്വതി ഉണ്ട് കൊച്ചിയിൽ നിന്ന്. അശ്വതി, ജലവിതരണം തടസ്സപ്പെടുമെന്ന് നേരത്തെ തന്നെ മുന്നറിയിപ്പൊക്കെ നൽകിയിട്ടുണ്ട്. അറ്റകുറ്റപ്പണികളുടെ ഭാഗമായാണ് ഈ അറ്റകുറ്റപ്പണികൾ ഒരു ദിവസം കൊണ്ട് തന്നെ പൂർത്തിയാകുമല്ലോ അല്ലേ? എന്താണ് അറിയാനാവുന്നത്? മായ, ഇന്ന് രാവിലെ 8 മണി മുതൽ വൈകിട്ട് ഒരു 6-6:30 വരെയാണ് ഈ അറ്റകുറ്റപ്പണികൾക്ക് നമ്മളൊരു സമയം കണക്കാക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഇലക്ട്രിക് വിഭാഗത്തിന്റെ ചില പണികളാണ് പൂർത്തീകരിക്കാനുള്ളത്. ഈ മഴക്കാലം വരാൻ പോവുകയാണ്. അതിന് മുന്നോടിയായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഈ വാർഷിക അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കുക എന്നതാണ് വാട്ടർ അതോറിറ്റി ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ജലവിതരണ നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്. പക്ഷേ ഇത് കൊച്ചിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, കൊച്ചി നഗരസഭയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലും അതുപോലെ തന്നെ ചുറ്റുമുള്ള ചില പഞ്ചായത്തുകളിലും ചില മുനിസിപ്പാലിറ്റികളിൽ 4 മുനിസിപ്പാലിറ്റികളിലും ഈ ജലവിതരണം തടസ്സപ്പെടുമെന്നാണ് വാട്ടർ അതോറിറ്റി അറിയിച്ചിരിക്കുന്നത്. ആലുവ, കളമശ്ശേരി, ഏലൂർ, തൃക്കാക്കര നഗരസഭകളിലും എടത്തല, കീഴ്മാട്, ചൂർണിക്കര, ചേരാനെല്ലൂർ, മുളവുകാട്, എളങ്കുന്നപ്പുഴ, ഞാറയ്ക്കൽ പഞ്ചായത്തുകളിലുമാണ് ഈ ജലവിതരണം പ്രധാനമായും തടസ്സപ്പെടുക. ഇതിന്റെ ഭാഗമായി നേരത്തെ തന്നെ മുൻകരുതലുകൾ എടുക്കണമെന്ന് ജനങ്ങളോട് വാർണിംഗ് നൽകിയിട്ടുള്ളതാണ്. അത് നോട്ടീസ് അടക്കം നൽകിയിട്ടുള്ളതാണ്. ഇന്ന് രാവിലെ തുടങ്ങുന്ന ഈ അറ്റകുറ്റപ്പണികൾ വൈകിട്ട് ഒരു 6:30 പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരുപക്ഷെ അതിൽ കൂടുതൽ സമയം പോകാനുള്ള സാധ്യതയുമുണ്ട്. എങ്കിൽ പോലും വീണ്ടും ഈ പമ്പിംഗ് പുനരാരംഭിച്ച് അതിന്റെ മർദ്ദമൊക്കെ ക്രമീകരിച്ച് വീണ്ടും ആളുകളിലേക്ക്, ഈ വീടുകളിലേക്ക് ഈ ജലം എത്തണമെങ്കിൽ 24 മണിക്കൂർ എടുക്കും. അതായത് നാളെ ഉച്ചയ്ക്ക് ശേഷം ഒക്കെ ഈ വെള്ളം വിതരണം തടസ്സപ്പെടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിന് അനുസൃതമായിട്ടുള്ള മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നാണ് നേരത്തെ തന്നെ അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഒരു 3 ദിവസം എടുക്കും, ഇന്നും നാളെയും മറ്റന്നാളും, അങ്ങനെ ഒരു 3 ദിവസം എടുക്കും പൂർണ്ണമായും ഇത് പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട്. മായ, അശ്വതിയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. കൊച്ചി നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും ഇന്ന് ജലവിതരണം തടസ്സപ്പെടും. ആലുവ ജലശുദ്ധീകരണശാലയിൽ നടപ്പിലാക്കുന്ന വാർഷിക അറ്റകുറ്റപ്പണികളുടെ ഭാഗമായാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. മലപ്പുറത്ത് ഇടിമിന്നലേറ്റു മരണപ്പെട്ട 4 പേരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ അല്പസമയത്തിനകം ആരംഭിക്കും. മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം. തുടർന്ന് മങ്കടയിൽ പൊതുദർശനത്തിന് ശേഷം സംസ്കാരം നടക്കും. മലപ്പുറത്ത് നിന്ന് TK അരവിന്ദൻ ചേരുകയാണ്. അരവിന്ദൻ, പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചോ ഇപ്പോൾ? മായ, അല്പസമയത്തിനകം പോസ്റ്റ്മോർട്ടം നടപടികൾ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തുടങ്ങും. ഒരു 1.5 മണിക്കൂറിന് ശേഷം പോസ്റ്റ്മോർട്ടം മുഴുവനാക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനുശേഷം മൃതദേഹങ്ങൾ മങ്കടയിലേക്ക് കൊണ്ടുപോകും. ഇവിടെ തസ്കർ ഓഡിറ്റോറിയം, വെള്ളിമലയിലുള്ള തസ്കർ ഓഡിറ്റോറിയത്തിലാണ് പൊതുദർശനത്തിന് വെക്കുന്നത്. ഇവിടെ നാട്ടുകാർ, യുവാക്കൾക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കും. ഇതിനുശേഷം മലയിൽ ജുമാ മസ്ജിദിൽ കബറടക്കം നടക്കും. ഇങ്ങനെയാണ് ഇന്നത്തെ സംസ്കാരം ക്രമീകരിച്ചിട്ടുള്ളത്. എന്തായാലും നാടിനെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ഒരു ദുഃഖമാണ് ഉണ്ടായത്. യുവാക്കൾ ഫുട്ബോൾ കളിക്കാനായി പോയതായിരുന്നു വെള്ളിമലയിലേക്ക് യുവാക്കൾ. അതിനുശേഷം അവർ അവിടെ ഉള്ള വ്യൂ പോയിന്റിൽ അല്പസമയം വിശ്രമിക്കാനായി ഇരുന്നു. ഈ സമയത്താണ് വൈകിട്ട് ഇടിമിന്നൽ ഉണ്ടായത്. 7 പേരാണ് സംഘത്തിലുണ്ടായിരുന്നത്. ഇതിൽ 4 പേർ അവിടെ നിന്ന് തന്നെ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടനെ തന്നെ നാട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. CPR എല്ലാം നൽകിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പരിക്കേറ്റ 3 പേരെ ആദ്യം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. പിന്നീട് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ഇപ്പോൾ അവരുള്ളത്. അവരുടെ ആരോഗ്യനില തൃപ്തികരമാണ്. എന്തായാലും നാട്ടിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ദുഃഖമാണ്. 18, 19, 20 എല്ലാം വയസ്സ് പ്രായമുള്ള 4 പേരാണ് പെട്ടെന്നുണ്ടായ ഒരു ദാരുണ സംഭവത്തിൽ മരണപ്പെട്ടത്. എന്തായാലും നാട് ഇതിന്റെ ദുഃഖത്തിലാണ്. പൊതുദർശനത്തിലുള്ള ക്രമീകരണങ്ങളെല്ലാം മങ്കടയിൽ പൂർത്തിയായിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടിക്ക് ശേഷം ഒരു 9:30 മണിയോടുകൂടി മൃതദേഹം വെള്ളിമലയിൽ എത്തിക്കുമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. മായ, ശരി, അരവിന്ദനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. മലപ്പുറത്ത് നിന്ന് ഇടിമിന്നലേറ്റു മരണപ്പെട്ട 4 പേരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ അല്പസമയത്തിനകം ആരംഭിക്കും. ഇന്ന് മങ്കടയിൽ പൊതുദർശനത്തിന് ശേഷം സംസ്കാരം നടക്കും.
വടക്കൻ കേരളത്തിൽ നാളെയും മറ്റന്നാളും മഴ ശക്തമാവും. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം ഈ മേഖലകളിൽ കാര്യമായ സ്വാധീനം ചെലുത്തുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് വരുന്നത്. ഇന്ന് എല്ലാ ജില്ലകളിലും നേരിയതോ മിതമായതോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ട്. എം രാകേഷ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. സംസ്ഥാനത്ത് ഇന്നും കനത്ത മഴ തുടരുമെന്ന സൂചന തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. ഇന്നലെ തന്നെ അതിശക്തമായ ഇടിമിന്നലോട് കൂടിയ മഴയാണ് പല ഭാഗങ്ങളിലും അനുഭവപ്പെട്ടിട്ടുള്ളത്. മലപ്പുറത്ത് ഇടിമിന്നലേറ്റ് 4 മരണം ഉൾപ്പെടെയുള്ള ദാരുണ സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പുനലൂരിൽ കെട്ടിടം തകർന്ന് വീണ ഒരാൾ മരിക്കുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് ഇങ്ങനെയാണ്: മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വേഗതയിൽ വരെ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. ഇടിമിന്നൽ അപകടകാരികളാണ് എന്നുള്ളത് ഇപ്പോൾ തന്നെ നമുക്ക് അനുഭവപ്പെട്ട് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ജീവനും ഒപ്പം തന്നെ മറ്റ് ബിൽഡിങ്ങുകൾക്കുമെല്ലാം തന്നെ കേടുപാടുകൾ സംഭവിക്കാതിരിക്കാനുള്ള ചില മുന്നറിയിപ്പുകളും വീട്ടുപകരണങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സൂക്ഷിക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിലും മുൻകരുതൽ വേണമെന്നുള്ള സൂചനയും നൽകുന്നുണ്ട്. കാർമേഘം ദൃശ്യമാകുന്ന സമയത്ത് തന്നെ ഇത്തരത്തിലുള്ള മുൻകരുതലുകൾ എടുക്കണം. കാരണം ഇടിമിന്നൽ എപ്പോഴും ദൃശ്യമാകണമെന്നില്ല, അത് അപകടകാരികളായേക്കാം എന്നുള്ള സൂചനയാണ് നൽകുന്നത്. ഈ ആഴ്ച അവസാനത്തോടു കൂടി തെക്കൻ ബംഗാൾ ഉൾക്കടലിന്റെ ചില ഭാഗങ്ങൾ, ആൻഡമാൻ കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം എത്താൻ സാധ്യതയുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടെയാണ് ന്യൂനമർദ്ദം കൂടുതൽ ശക്തിപ്പെടാൻ സാധ്യതയുണ്ടെന്നുള്ള സൂചനകൾ നൽകുന്നത്. തെക്കൻ കർണാടകയ്ക്ക് മുകളിലായി സമുദ്രനിരപ്പിൽ നിന്ന് 5.8 കിലോമീറ്റർ ഉയരത്തിൽ ചക്രവാത ചുഴി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പുകൾ നൽകുന്നത്. കേരളത്തിലും മാഹിയിലും ഒറ്റപ്പെട്ട ഇടങ്ങളിലാണ് ഇത്തരത്തിലുള്ള ഇടിമിന്നലിനോടുകൂടിയ സാധ്യതകൾ പറയുന്നത്. ലക്ഷദ്വീപിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് കരുത്തു പകരാനുള്ള സീപ്ലെയിൻ പദ്ധതി സാക്ഷാത്കാരത്തിലേക്ക്. പദ്ധതിക്കായുള്ള സീപ്ലെയിൻ നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തി. ഇന്നു മുതൽ 3 ദിവസം വിമാനം പരീക്ഷണ പറക്കൽ നടത്തും. 20 പേർക്ക് ഒരേ സമയം സഞ്ചരിക്കാനാവും. കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ടാണ് കൊച്ചിയിൽ നിന്ന് ലക്ഷദ്വീപിലേക്കുള്ള സീപ്ലെയിൻ സർവീസ് ആരംഭിക്കാൻ പോകുന്നത്. ഇതിനായുള്ള പരീക്ഷണ പറക്കലാണ് ഉടൻ തുടങ്ങുന്നത്. ലക്ഷദ്വീപിലെ അഗത്തി, കടമത്ത്, കൽപ്പേനി, കവരത്തി, കിൽത്താൻ എന്നീ ദ്വീപുകളെ ബന്ധിപ്പിച്ചാണ് പരീക്ഷണ പറക്കൽ നടക്കുന്നത്. സ്കൈഹോപ്പ് ഏവിയേഷൻ ലിമിറ്റഡിന്റെ വിമാനമാണ് സർവീസിനായി കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിച്ചത്. ലക്ഷദ്വീപിലെ യാത്രാ സൗകര്യം വർദ്ധിപ്പിക്കുന്നതിനപ്പുറത്തേക്ക് വിനോദസഞ്ചാര മേഖലയ്ക്ക് കരുത്തു പകരാൻ കൂടി ലക്ഷ്യമിട്ടാണ് സർവീസ് ആരംഭിക്കുന്നത്. സിയാലാണ് പദ്ധതി സംബന്ധിച്ച വിശദമായ പഠനം നടത്തിയത്. പദ്ധതി റിപ്പോർട്ട് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അംഗീകരിച്ചതോടെയാണ് പരീക്ഷണ പറക്കലിന് തുടക്കമാകുന്നത്. ഒരേ സമയം 20 പേർക്കാണ് യാത്ര ചെയ്യാനാവുക. 3 ദിവസം കൊണ്ട് 12 തവണ പരീക്ഷണ പറക്കൽ നടത്തും. കൊച്ചിയിൽ നിന്ന് യാത്ര തിരിക്കുന്ന വിമാനം വിവിധ ദ്വീപുകളിലേക്ക് എത്തും. ലക്ഷദ്വീപിന്റെ പ്രാദേശികമായ സാമ്പത്തിക വികസനത്തിന് പദ്ധതി ഉപകരിക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ കണക്കുകൂട്ടുന്നത്. കേരളവുമായുള്ള കേന്ദ്രഭരണ പ്രദേശത്തിന്റെ ബന്ധവും സഹകരണവും ശക്തമാക്കാനും പദ്ധതി സഹായിക്കും. പരീക്ഷണ പറക്കൽ വിജയകരമായി പൂർത്തിയാക്കിയാൽ സ്ഥിരം സർവീസിന്റെ തീയതി DGCA പ്രഖ്യാപിക്കും. 1 മണിക്കൂറിൽ താഴെ സമയം കൊണ്ട് നിലവിൽ കൊച്ചിയിൽ നിന്ന് ലക്ഷദ്വീപിലെത്താൻ കഴിയുന്ന തരത്തിലായിരിക്കും സർവീസ്. നിരക്കിനെ സംബന്ധിച്ച് വ്യക്തത ആയിട്ടില്ലെങ്കിലും ഉഡാൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാൽ നിരക്ക് കുറയുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അമൃത ന്യൂസ്, കൊച്ചി. മധ്യവേനൽ അവധി അവസാനിക്കാറായതോടെ ഇടുക്കിയിൽ വിനോദസഞ്ചാരികളുടെ വൻ തിരക്കാണ്. മൂന്നാർ, വാഗമൺ തുടങ്ങിയ കേന്ദ്രങ്ങളിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമായതോടെ പ്രാദേശിക വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് ഇത്തവണ കൂടുതൽ സഞ്ചാരികൾ എത്തുന്നു. മധ്യവേനൽ അവധി അവസാനിക്കാൻ ഇനി ആഴ്ചകൾ മാത്രം. കാലവർഷവും അടുത്തെത്തി. ഇതോടെ ഏറെ സജീവമാണ് ഇടുക്കിയുടെ വിനോദസഞ്ചാര മേഖല. മൂന്നാറും വാഗമണ്ണും തേക്കടിയുമെല്ലാം സഞ്ചാരികളെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞു. ഇതോടെ കാൽവരി മൗണ്ട് ഉൾപ്പെടെയുള്ള പ്രാദേശിക കേന്ദ്രങ്ങളെ ആശ്രയിക്കുകയാണ് സഞ്ചാരികൾ. വളരെ നല്ല രീതിയിൽ ഫാമിലിയായിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. തീർച്ചയായും സുരക്ഷിതമായ എല്ലാ രീതിയിലും എല്ലാം കൊണ്ടും വളരെ ഭംഗിയായ സ്ഥലം. ക്ലൈമറ്റ് വളരെ മനോഹരമായ, കുടുംബമായിട്ടൊക്കെ വന്ന് ആസ്വദിക്കാൻ പറ്റിയ ഏറ്റവും മനോഹരമായ കേരളത്തിൻ്റെ ഭൂപ്രകൃതിയാണ് കാൽവരിക്കുന്ന്. വളരെ സന്തോഷം. രാമക്കൽമേട്, തെമ്മൻകുത്ത്, ശ്രീനാരായണപുരം, കാൽവരി മൗണ്ട് തുടങ്ങി പ്രാദേശിക വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെല്ലാം തിരക്കാണ്. കാലാവസ്ഥയും പ്രകൃതി മനോഹാരിതയുമാണ് ഇടുക്കിയെ സഞ്ചാരികൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത്. മനോഹരമായ സ്ഥലമാണ്. നിങ്ങൾ തന്നെ നോക്കുന്നത്, വരച്ചു വെച്ച കണക്ക്, പ്രകൃതി വരച്ചു വെച്ച കണക്കുള്ള മനോഹരമായ സ്ഥലം. റിയലി നമുക്കൊരു ദിവസം നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ്. ഇടുക്കിയിലെ നല്ല കാലാവസ്ഥയാണ്, നല്ല രസമാണ്, നല്ല അടിപൊളി വൈബാണ്. സാഹസിക വിനോദസഞ്ചാരികൾക്കായി കാൽവരി മൗണ്ടിൽ ഉൾപ്പെടെ വിവിധ റൈഡുകൾ ഒരുങ്ങിക്കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ കാലാവസ്ഥ അനുകൂലമായാൽ സഞ്ചാരികളുടെ വരവ് ഇനിയും വർദ്ധിക്കും. അമൃത ന്യൂസ്, ഇടുക്കി. അന്തരിച്ച പ്രശസ്ത നാടക പ്രവർത്തകനും നടനുമായ KV വിജയേഷിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ
നാടകോത്സവം കൊണ്ട് പ്രണാമം അർപ്പിക്കുകയാണ് വിജേഷിൻ്റെ സുഹൃത്തുക്കളും നാടക പ്രവർത്തകരും. ഈ ഭൂമിൻ്റെ പേരാണ് നാടകം എന്ന പേരിൽ വിജേഷിൻ്റെ നാടകങ്ങളും സ്കെച്ചുകളുടെ പ്രദർശനവും മുതൽ ഗാനങ്ങളുടെ അവതരണം വരെ നീളുന്ന വിപുലമായ അനുസ്മരണ പരിപാടിയാണ് കോഴിക്കോട് സംഘടിപ്പിച്ചിരിക്കുന്നത്. താൻ നിൽക്കുന്ന ഇടത്തെ നിമിഷനേരം കൊണ്ട് നാടകവേദിയാക്കി മാറ്റാൻ കഴിവുള്ള മനുഷ്യനായിരുന്നു KV വിജേഷ്. ശരീരചലനത്തിലൂടെ ഒരു രംഗഭാഷ നിർമ്മിക്കുന്ന തിരക്കിലിനിടയിലാണ് രംഗബോധമില്ലാത്ത കോമാളിയായി മരണം ആ ജീവിതത്തിന് തിരശീലയിട്ടത്. ഹ്രസ്വമായ ജീവിത കാലയളവിൽ വിജേഷ് ബാക്കിവെച്ച നാടക സൗഹൃദ കൂട്ടായ്മ അദ്ദേഹത്തിന്റെ ഓർമ്മദിനത്തിൽ അദ്ദേഹത്തിനു വേണ്ടി നാടകോത്സവത്തിലൂടെ കോഴിക്കോട് നഗരത്തിൽ ഒരു അനുസ്മരണം ഒരുക്കുകയായിരുന്നു. ഒരു 15 വയസ്സ് മുതലേ നാടകം എന്ന് പറഞ്ഞ് ഏറ്റെടുത്ത് സ്വന്തം ജീവിതം നാടകത്തിന് സമർപ്പിച്ചൊരു മനുഷ്യനാണ് വിജേഷ്. ആളുകൾ എപ്പോഴും കോഴിക്കോടിനെ പറ്റി പറഞ്ഞു ആദ്യം ഭക്ഷണത്തെക്കുറിച്ച് പറയാം. ഭക്ഷണം എന്ന് പറയുന്നതല്ലോ കോഴിക്കോട്ടുകാരെ സംബന്ധിച്ചോളം അതിഥികൾക്ക് കൊടുക്കുന്ന ഒരു സാധനം മാത്രമാണ്. പക്ഷേ നാടകം എന്ന് പറയുന്നതുണ്ടല്ലോ അവരുടെ ഹൃദയത്തിലേറ്റൊരു സാധനമാണ്. ആ ഹൃദയത്തിൽ ജീവിച്ച ഒരു മനുഷ്യനാണ് വിജേഷ്. ആ വിജേഷിൻ്റെ അനുസ്മരണമാണ്. അതിനുവേണ്ടി മാത്രം വന്ന ഒരുത്തനാണ് ഞാൻ. കാരണം അവൻ എൻ്റെ കൂടെ ജീവിച്ചവനാണ്, ഞാൻ അവൻ്റെ കൂടെ ജീവിച്ചവനാണ്. മെയ് 11 മുതൽ 15 വരെ നടക്കുന്ന അനുസ്മരണ പരിപാടിയിൽ ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ വിജേഷിന്റെ സ്കെച്ചുകളുടെ പ്രദർശനവും ഒരുക്കിയിട്ടുണ്ട്. അവൻ എഴുതിയ പാട്ടുകൾ പെരുത്ത ഭൂമിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ ഭൂമിയുണ്ട്, ആ ഭൂമിൻ്റെ പേരാണ് നാടകം എന്ന് കേൾക്കുമ്പോൾ ഒരു അതിശയം തോന്നും. അതെന്താ അങ്ങനെ ഒരു ഭൂമി, ഞങ്ങളൊന്നും അറിയാത്ത ഭൂമി എന്ന് തോന്നുമ്പോൾ ആ ഭൂമിൻ്റെ ഉള്ളിൽ ഇത്തിരി പോന്ന മനുഷ്യന്മാർ വേഷം കെട്ടി വാക്ക് പറഞ്ഞ് നടിച്ചു കാട്ടുന്നു. ആ ഭൂമിൻ്റെ പേരാണ് നാടകം എന്ന് പറയുമ്പോൾ പുതിയ തലമുറയിലെ കലാകാരന്മാർക്ക് എന്നും വഴികാട്ടിയായിരുന്ന വിജേഷിന്റെ പേരിൽ ഒരു നാടക പഠന കേന്ദ്രം ആരംഭിക്കാനുള്ള പ്രവർത്തനത്തിലാണ് അദ്ദേഹത്തിന്റെ സൗഹൃദ കൂട്ടായ്മകൾ. അമൃത ന്യൂസ്, കോഴിക്കോട്. അപകടം തലയ്ക്ക് മുകളിൽ നിൽക്കുമ്പോൾ ഉറങ്ങാൻ പോലും കഴിയാതെ ഭീതിയിലാണ് ഇടുക്കി കട്ടപ്പന സ്വദേശി മാവുങ്കൽ തങ്കച്ചനും കുടുംബവും. ലോറി ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ റോഡിൽ നിന്ന് 300 അടിയോളം താഴ്ചയിൽ തങ്കച്ചന്റെ വീടിന് മുകളിലേക്കാണ് നിയന്ത്രണം വിട്ട് പതിക്കുന്നത്. ചെറുപുഴ പുളിയന്മല സംസ്ഥാന പാതയിൽ കട്ടപ്പന ഹിൽ ടോപ്പിലാണ് മാവുങ്കൽ തങ്കച്ചന്റെ വീട്. വീടിന് 300 മീറ്ററോളം ഉയരത്തിൽ കൊടും വളവിൽ നിന്ന് വാഹനങ്ങൾ നിയന്ത്രണം വിട്ട് മറിയുന്നത് പതിവാണ്. കഴിഞ്ഞ ജനുവരി 10 ടോറസ് ലോറി ക്രാഷ് ബാരിയർ തകർത്ത് തങ്കച്ചന്റെ പുരയിടത്തിലേക്ക് മറിഞ്ഞു. കഴിഞ്ഞ ദിവസം അവിടുന്ന് നാമക്കല്ലിൽ നിന്ന് ലോഡുമായിട്ട് വന്ന വണ്ടിക്കാരന് വഴി അറിയത്തില്ലായിരുന്നു. അവൻ ആ വളവുണ്ടെന്ന് അറിയാമല്ലാതെ അവിടെ ചെറിയ കയറി വന്നേച്ച് നേരെ താഴോട്ടിങ്ങ് പോകുന്നു. അങ്ങനെ ഈ പറമ്പ് മുഴുവൻ നശിപ്പിച്ചിങ്ങ് താഴെ വന്നു. വർഷത്തിൽ 2 അപകടമെങ്കിലും ഇവിടെ ഉണ്ടാകാറുണ്ട്. അപകട ഭീതിയിൽ ഉറക്കം പോലും നഷ്ടപ്പെട്ട് കഴിയുകയാണിവർ. ഞാനിവിടെ പാത്രം കഴിക്കൊണ്ട് വീടിന് മണ്ടേ നിൽക്കുമായിരുന്നു. അന്നേരം ഈ മരമെല്ലാം അവിടെ പടത്തിക്കൊണ്ട് ഈ സാധനം കൊണ്ട് വരുന്നത്. ഞാനതിൻ്റെ മണ്ടേന്ന് എടുത്ത് താഴോട്ട് ചാടി. അല്ലാതെ തന്നെ ഓടി മാറാൻ വേറെ മാർഗമില്ല. കാരണം അതിനു മുമ്പ് സാധനം താഴെ വന്നു കഴിഞ്ഞു. അപകടങ്ങൾ തുടർക്കഥയായതോടെ കൃഷി ചെയ്യാൻ പോലും കഴിയുന്നില്ല. ജനുവരിയിൽ മറിഞ്ഞ ലോറി 4 മാസത്തിന് ശേഷമാണ് ഇവിടെ നിന്ന് മാറ്റിയത്. എങ്ങനെയെങ്കിലും ചെടിയിട്ട് 3-ാം വർഷത്തേലാകുമ്പോഴത്തേനും എവിടെന്നെങ്കിലും വലിയ വണ്ടി വരും. അതുവരെ ചെറുവണ്ടി വരുള്ളൂ. അധികം പോവുകയല്ല, ചെടി പോവുകയല്ല, ഉള്ള മരമേ പോവുള്ളൂ. ഇതിപ്പോൾ ഉള്ള ചെടിയും കംപ്ലീറ്റ് പോവുക. കൃഷി ചെയ്ത് രക്ഷപ്പെടുകയല്ല. പൊതുമരാമത്ത് വകുപ്പ് ഓഫീസിൽ പലതവണ പരാതി നൽകി. എന്നാൽ റോഡ് സുരക്ഷ മാത്രമാണ് തങ്ങളുടെ ഉത്തരവാദിത്വമെന്ന് പറഞ്ഞ് ഇവർ കൈയൊഴിഞ്ഞു. സ്വസ്ഥമായൊന്ന് ഉറങ്ങാൻ പോലുമാകാതെ ഭീതിയിലാണ് തങ്കച്ചനും കുടുംബവും. അമൃത ന്യൂസ്, ഇടുക്കി. ധനകാര്യ ഓഹരി വിദഗ്ധൻ കെ ദിലീപ് വിപണി വിലയിരുത്തുന്നു. ദിലീപിന് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കാം. നേരിയ നേട്ടത്തിൽ വ്യാപാരം തുടങ്ങാമെങ്കിലും വളരെ ഉയർന്ന തോതിലുള്ള കയറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ 2 ദിവസത്തെ കനത്ത വിൽപ്പന വിപണി മൂല്യത്തിൽ വലിയൊരു ഇടിവാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഏതാണ്ട് 18 ലക്ഷം കോടി രൂപയുടെ നഷ്ടമാണ് വിപണി മൂല്യത്തിൽ കഴിഞ്ഞ 2 ദിവസം കൊണ്ട് മാത്രം ഉണ്ടായത്. ആഗോള സാഹചര്യങ്ങളിൽ അത്ര തൃപ്തികരമല്ലാത്തതും ഒപ്പം തന്നെ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ തുടരുന്ന കനത്ത വിൽപ്പനയുമാണ് വിപണിയെ ഈ ഒരു രീതിയിൽ സമ്മർദ്ദത്തിലാക്കുന്നത്. രൂപയുടെ മൂല്യത്തിലുണ്ടായിട്ടുള്ള ഇടിവും വിപണിയെ സ്വാധീനിക്കുന്നുണ്ട്. 95.47 എന്ന റെക്കോർഡ് നിലവാരത്തിലേക്കാണ് രൂപയുടെ മൂല്യം ഇടിഞ്ഞത്. ക്രൂഡ് ഓയിൽ വിലയിലുണ്ടാവുന്ന വർധനവും
വിപണിയെ സാരമായി ബാധിക്കുന്നുണ്ട്. ഒപ്പം വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ വിൽപ്പനയും കൂടി ആകുമ്പോൾ വലിയ തോതിലുള്ള സമ്മർദ്ദം വിപണിയിലുണ്ട്. വരും ദിവസങ്ങളിലും ഈ ഒരു സമ്മർദ്ദം തുറന്നേക്കാമെന്ന് തന്നെയാണ് കരുതുന്നത്. എന്നാൽ സാങ്കേതികമായി മുൻനിര സൂചികയായ നിഫ്റ്റിയുടെ 23,300 എന്ന നിലവാരം വളരെ പ്രധാനമാണ്. 23,378 എന്ന നിലവാരത്തിലാണ് ഇന്നലെ നിഫ്റ്റിയിൽ വ്യാപാരം അവസാനിപ്പിച്ചത്. പല ആവർത്തി 23,300 എന്ന നിലവാരത്തിനടുത്ത് എത്തി തിരിച്ചു കയറിയത് കൊണ്ട് തന്നെ ആ ഒരു നിലവാരമാണ് ഒരു പ്രധാന അടിസ്ഥാന നിലവാരമായി കണക്കാക്കുന്നത്. അതിന് മുകളിൽ വ്യാപാരം തുടരുകയും 23,500 എന്ന നിലവാരം ഭേദിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായാൽ തീർച്ചയായും ഒരു ഹ്രസ്വകാലത്തേക്ക് ഒരു നിക്ഷേപ താല്പര്യം തുറന്നേക്കാമെന്ന് തന്നെ കരുതുന്നത്. അതിനുള്ള ആകർഷകമായ ഒരു നിലവാരത്തിൽ വിപണി എത്തുകയും ചെയ്തു. ചെറുകിട നിക്ഷേപകർ ഇപ്പോൾ വിപണിയിൽ അനുകൂലമായി ഇടപെടുകയും ഒപ്പം തന്നെ ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ അനുകൂലമായി ഇടപെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ വിപണിയിൽ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ വിൽപ്പന ഒരു പരിധിവരെ പ്രതിരോധിക്കാവുന്നതാണ്. അത് തന്നെയാണ് ഇപ്പോൾ വിപണിയിൽ പല ദിവസങ്ങളിലും നടക്കുന്നതും. എന്തായാലും വലിയ തോതിലുള്ള കയറ്റിറക്കങ്ങൾ വിപണിയിൽ പ്രതീക്ഷിക്കണം. ഇന്ന് വിപണിയിൽ നേരിയ നേട്ടത്തിൽ വ്യാപാരം തുടങ്ങാമെങ്കിലും വലിയ തോതിലുള്ള നിക്ഷേപ സ്ഥാപനങ്ങളുടെ നിലപാടുകൾക്കനുസരിച്ചുള്ള മാറ്റം വിപണിയിൽ പ്രതീക്ഷിക്കാം. എന്തായാലും ചെറുകിട നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം ദീർഘകാല അടിസ്ഥാനത്തിൽ നിക്ഷേപം ക്രമപ്പെടുത്തുന്നതിനെ സംബന്ധിച്ചിടത്തോളം വിപണിയിലെ ഈ വീഴ്ചകൾ ഒരു നിക്ഷേപാവസരം തന്നെയായിരിക്കും. സ്വർണ്ണ ഇറക്കുമതി തീരുവ ഉയർത്തി കേന്ദ്ര സർക്കാർ 6% നിന്ന് 15% ഉയർത്തിയിരിക്കുന്നത്. വെള്ളിയുടെ തീരുവയും 15 വിദേശ ലോഹങ്ങളുടെ വാങ്ങലുകൾ നിയന്ത്രിക്കുന്നതിനും രാജ്യത്തിന്റെ വിദേശ നാണ്യ കരുതൽ ശേഖരത്തിലുള്ള സമ്മർദ്ദം ലഘൂകരിക്കുന്നതിനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ നടപടി. ഇന്ത്യയുടെ വ്യാപാര കമ്മി കുറയ്ക്കുന്നതിനും രൂപയുടെ പ്രകടനം മെച്ചപ്പെടുത്താനും നടപടി സഹായിച്ചേക്കും. ഇന്ധനവില വർധനയുണ്ടാകുമെന്ന അഭ്യൂഹങ്ങൾക്കിടയിൽ സംസ്ഥാനത്ത് പെട്രോൾ പമ്പുകളിൽ മൊത്ത വിൽപ്പന നിയന്ത്രിക്കണമെന്ന നിർദ്ദേശവുമായി എണ്ണ കമ്പനികൾ. ഒരു ഉപഭോക്താവിന് പരമാവധി 200 ലിറ്റർ വരെ ഡീസലും 5,000 രൂപ വരെ പെട്രോളും എന്ന പരിധി നിശ്ചയിക്കാനാണ് പമ്പ് ഉടമകൾക്ക് എണ്ണ കമ്പനികളുടെ നിർദ്ദേശം. നിലവിൽ 2 ദിവസത്തേക്കുള്ള സ്റ്റോക്ക് വരെയാണ് പമ്പുകൾക്ക് അനുവദിക്കുന്നത്. രാജ്യത്ത് 2 മാസത്തേക്കുള്ള അസംസ്കൃത എണ്ണ, പ്രകൃതിവാതകം എന്നിവയുടെ ശേഖരവും 1.5 മാസത്തേക്കുള്ള LPGയും ഉണ്ടെന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത്. ജോയ് ആലുക്കാസിന്റെ ബിസിനസ് പങ്കാളികളുടെ ആഗോള സംഗമം പ്രൈഡ് 2026 കൊച്ചിയിൽ നടന്നു. ജോയ് ആലുക്കാസുമായി സഹകരിക്കുന്ന വ്യാവസായിക പ്രമുഖർ, പങ്കാളിത്ത സ്ഥാപനങ്ങൾ എന്നിവരുടെ ആഗോള സംഗമമായ പ്രൈഡ് ജോയ് ആലുക്കാസ് ചെയർമാൻ ഡോക്ടർ ജോയ് ആലുക്കാസ്, ജോളി ജോയ് ആലുക്കാസ് എന്നിവർ ഉദ്ഘാടനം ചെയ്തു. നാഷണൽ ജെംസ് ആൻഡ് ജ്വല്ലറി കൗൺസിൽ ഓഫ് ഇന്ത്യ ചെയർമാൻ പ്രമോദ് അഗർവാൾ, ആർട്ട് ജ്വല്ലറി മാഗസിൻ ചീഫ് എഡിറ്റർ സുമേഷ് വധേര, PGI ഇന്ത്യ MD വൈശാലി ബാനർജി, സിനിമാ താരം അപർണ ബാലമുരളി, ജോയ് ആലുക്കാസ് CEO ജോൺ പോൾ ആലുക്കാസ്, എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ തോമസ് മാത്യു, ആന്റണി ജോസ്, ഡയറക്ടർമാരായ സോണിയ ആലുക്കാസ്, എൽസ ജോയ് ആലുക്കാസ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. പരസ്പര വിശ്വാസത്തിലും സത്യസന്ധതയിലും പടുത്തുയർത്തിയതാണ് വിതരണ പങ്കാളികളുമായുള്ള ബന്ധമെന്നും അവരുടെ കഴിവും കരവിരുതുമാണ് ജോയ് ആലുക്കാസ് ഗ്രൂപ്പിനെ ആഗോള ജ്വല്ലറി ബ്രാൻഡാക്കി മാറ്റിയതെന്നും ജോയ് ആലുക്കാസ് പറഞ്ഞു. കാസർഗോഡ് നീലേശ്വരത്ത് ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി ആകാശപാത നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജനകീയ സമരസമിതി നടത്തുന്ന അനിശ്ചിതകാല സമരം 50 ദിവസം പിന്നിട്ടിരിക്കുന്നു. മാർക്കറ്റ് ജംഗ്ഷനിൽ മനുഷ്യമതിൽ തീർത്ത് പ്രതിഷേധം ഇരമ്പി. വാഹനങ്ങൾ കടത്തിവിടാനുള്ള നീക്കം അനുവദിക്കില്ല എന്ന് സമരസമിതി മുന്നറിയിപ്പ് നൽകി. ആയിരങ്ങൾ വന്നിറങ്ങുന്ന നീലേശ്വരം നഗരത്തെ രണ്ടായി വിഭജിക്കുന്ന എംബാങ്ക്മെന്റ് ഒഴിവാക്കി എലിവേറ്റഡ് ബ്രിഡ്ജ് നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് മാർക്കറ്റ് ജംഗ്ഷനിൽ നടന്നു വരുന്ന ജനകീയ സമരം ബഹുജന പങ്കാളിത്തം കൊണ്ട് ശക്തിപ്പെടുകയാണ്. ആകാശപാത ആവശ്യപ്പെട്ട് നടത്തുന്ന സമരത്തിൽ ടൗണിലെ ഓട്ടോ തൊഴിലാളികൾ, വ്യാപാരികൾ, നീലേശ്വരത്തെ സാംസ്കാരിക സംഘടനകൾ, ആർട്സ് ക്ലബ്ബുകൾ, റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ തുടങ്ങിയവർ ചേർന്ന് സമരത്തിന്റെ 50ാം ദിവസം മനുഷ്യമതിൽ തീർത്ത് പ്രതിഷേധിച്ചു. ജനകീയ സമരസമിതി നേതൃത്വത്തിൽ 300ഓളം പേർ അണിനിരുന്ന
എന്ന മനുഷ്യമതിൽ ദേശീയപാത അധികൃതർ, കരാർ കമ്പനി എന്നിവർക്കുള്ള താക്കീതായി മാറി. ആദ്യ DPR അട്ടിമറിച്ച് ആകാശപാത ഒഴിവാക്കി നിലവിൽ നടത്തിയ എംബാങ്ക്മെന്റ് നിർമ്മാണം മൺമതിൽ തീർത്ത് നഗരത്തെ രണ്ടായി വിഭജിച്ചത് ഗതാഗതത്തിനും വ്യാപാരത്തിനും നീലേശ്വരം നഗരവികസനത്തിനും വലിയ തിരിച്ചടിയായ സാഹചര്യത്തിലാണ് സമരം ആരംഭിച്ചത്. ഇതുവഴി വാഹനം കടത്തിവിടാനുള്ള NHAI നീക്കം തടയുമെന്നും സമരസമിതി മുന്നറിയിപ്പ് നൽകി. NHAI അധികൃതർ പറഞ്ഞിട്ടുള്ളത് 2 ദിവസം കൊണ്ട് ഈ ഭാഗത്ത് റോഡ് തുറന്നു കൊടുക്കുമെന്നാണ് പറഞ്ഞത്. അത് യാതൊരു കാരണവശാലും സമരസമിതി അതിനെ അനുവദിക്കില്ല എന്ന് ശക്തമായി ഇവിടെ പറയുന്നതോടൊപ്പം തന്നെ സമരം ഇപ്പോൾ ഓരോ ദിവസവും ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. സമരം ശക്തമായതോടെ ദേശീയപാതയിൽ നീലേശ്വരം പുഴക്ക് കുറുകെയുള്ള 65 വർഷം പഴക്കമുള്ള പാലം പൊളിച്ച് പുതിയ പാലം പണിയുന്നതിനുള്ള നടപടികൾ ഉണ്ടാകുമെന്ന സൂചനകൾ ജനകീയ സമരസമിതിക്ക് ലഭിച്ചിട്ടുണ്ട്. അതേസമയം നീലേശ്വരം നെടുങ്കണ്ട മുതൽ മാർക്കറ്റ് ജംഗ്ഷൻ കടന്ന് കരുവാച്ചേരി വരെ ആകാശപാത പണിയണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് സമരസമിതി. നഗരസഭയുടെ തീരദേശ മേഖലയായ കോട്ടപ്പുറം മോർച്ച പ്രദേശങ്ങളിലേക്കും നീലേശ്വരം രാജാ റോഡിലേക്കും പ്രവേശനം സാധ്യമാകാത്ത വിധത്തിലാണ് നിലവിലെ ദേശീയപാത വികസനം. അമൃത ന്യൂസ്, കാസർഗോഡ്. രാസവള മേഖലയിൽ സൗദി അറേബ്യയും ഇന്ത്യയും തമ്മിലുള്ള പങ്കാളിത്തം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനായി സൗദി വ്യവസായ ധാതു വിഭവ മന്ത്രി ബന്ദർ അൽ ഗുറൈഫും ഇന്ത്യൻ കെമിക്കൽ വളം മന്ത്രി JP നദ്ദയും ചർച്ച നടത്തി. വീഡിയോ കോൺഫറൻസിംഗ് വഴി നടന്ന കൂടിക്കാഴ്ചയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ദീർഘകാല ബന്ധത്തെയും സാമ്പത്തിക സഹകരണത്തെയും മന്ത്രിമാർ പ്രശംസിച്ചു. പൊതുവായ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും സാമ്പത്തിക വികസനം ലക്ഷ്യമിട്ടുകൊണ്ടും ഇരു രാജ്യങ്ങളിലുമായുള്ള മികച്ച നിക്ഷേപ അവസരങ്ങൾ പ്രയോജനപ്പെടുത്താൻ സ്വകാര്യ മേഖലയെ പ്രോത്സാഹിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യം യോഗത്തിൽ ഊന്നി പറഞ്ഞു. നിയമം ലംഘിച്ച് റോഡ് മുറിച്ചു കടന്നതിന് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 8938 പേർക്കെതിരെ ട്രാഫിക് നിയമലംഘന കേസുകൾ രജിസ്റ്റർ ചെയ്തതായി കുവൈറ്റ് ജനറൽ ട്രാഫിക് വകുപ്പ്. 2025 ഏപ്രിൽ 22 മുതൽ 2026 ഏപ്രിൽ 22 വരെയുള്ള കാലയളവിലാണ് പിഴ ചുമത്തിയതെന്ന് ട്രാഫിക് റെഗുലേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ ജനറൽ ബ്രിഗേഡിയർ ജനറൽ ബദർ അൽ ഖത്താൻ വ്യക്തമാക്കി. റോഡ് സുരക്ഷ വ്യക്തിഗത ബോധവൽക്കരണത്തിൽ നിന്നാണ് ആരംഭിക്കുന്നതെന്നും സമൂഹത്തിന്റെ സുരക്ഷയിൽ അവസാനിക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. റോഡ് അനധികൃതമായി മുറിച്ചു കടക്കുന്നത് അപകടകരമാണെന്നും നിയമലംഘകർക്ക് 20 മുതൽ 75 കുവൈറ്റി ദിനാർ വരെ പിഴ ഈടാക്കാമെന്നും ജനറൽ ട്രാഫിക് വകുപ്പ് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. IPL സൺറൈസേഴ്സിനെ 82 റൺസിന് തകർത്ത് ഗുജറാത്ത് ടൈറ്റൻസ്. ഇതോടെ ഗുജറാത്ത് പോയിന്റ് പട്ടികയിൽ ഒന്നാമതെത്തി. 61 റൺസെടുത്ത സായി സുദർശൻ, 50 റൺസെടുത്ത വാഷിംഗ്ടൺ സുന്ദർ എന്നിവരുടെ ബാറ്റിംഗ് മികവിൽ ടൈറ്റൻസ് 7 വിക്കറ്റ് നഷ്ടത്തിൽ 168 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ സൺറൈസേഴ്സ് 14.5 ഓവറിൽ 86 റൺസിന് പുറത്തായി. IPL ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. മത്സരം രാത്രി 7:30 മുതൽ റായ്പൂരിൽ നടക്കും. 14 പോയിന്റുമായി പട്ടികയിൽ 2ാം സ്ഥാനത്താണ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. 8ാം സ്ഥാനത്തുള്ള കൊൽക്കത്തയ്ക്ക് 9 പോയിന്റാണ് ഉള്ളത്. ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾ കാണാം ഞങ്ങളുടെ YouTube ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.